അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. وقد كان النبي صلى الله عليه وسلم موت العالم مصيبة لا تجبر محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. സമാദന്യരായ പണ്ഡിത മഹത്തുക്കളെ, അഭിവന്യരായ രക്ഷിതാക്കളെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സമസ്ത കേരള ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്ലാസ് റൂമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സംരംഭം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓൺലൈൻ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ അള്ളാഹുവിൻ്റെ ഖളായിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആമുഖമൊന്നും നീട്ടിപ്പറേണ്ട ആവശ്യമില്ല. അള്ളാഹു തീരുമാനിച്ചതുപോലൊക്കെ നടക്കണമല്ലോ. സത്യത്തിൽ നമ്മളാരും ഇങ്ങനെ വീണ്ടും ഒന്ന് കൂടണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നില്ല. സംഘാടകർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ആവർത്തി ചോദിച്ചു, വേണോ ഒരു പരിപാടി, ആവശ്യമുണ്ടോ? ആവശ്യമാണ്. ഇന്നലെ രാത്രി കാസർഗോഡ് ജില്ലയിൽ പ്രോഗ്രാം കഴിഞ്ഞ് ശബ്ദം പറ്റടഞ്ഞ് അപ്പോൾ രാവിലെ ഞാൻ നിസാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ദയവാച്ചെന്ന് ഒഴിവാക്കിക്കൂടെ? നല്ല മുഖാമുഖമായതുകൊണ്ട്, വിധേയകക്ഷികളുമായിട്ടുള്ള മുഖാമുഖമായതുകൊണ്ട്, വേറെ ആരും ഒപ്പമല്ല, ഒറ്റക്കായതുകൊണ്ട് ഒരുപാട് നേരം നീണ്ടുപോയപ്പോൾ ശബ്ദമൊക്കെ അടഞ്ഞ്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു നിസാറിനോട്, എങ്ങനെയും ഒഴിവാക്കി. അനുസ്മരണ പ്രഭാഷണം എൻ്റെ പ്രിയ സുഹൃത്ത് അൻവർ കമാൽ, എൻ്റെ നാട്ടുകാരനാണ്, ഉണ്ടല്ലോ, എനിക്ക് വലിയ സന്തോഷമുണ്ട്, കൊണ്ട് ഒഴിവാക്കി തരാം. എന്നോട് വന്നു പോയാൽ മതി, ആ തടി കണ്ടാൽ മതി, അല്ലെങ്കിൽ വേറെ തെറ്റിദ്ധാരണ പരത്തപ്പെടും, അതുകൊണ്ടാണ്. എന്നാലും ആയിക്കോട്ടെ
ഏതായാലും ഇൻഷാ അല്ലാഹ് വന്ന സ്ഥിതിക്ക് നമുക്ക് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ഒക്കെ തീർക്കുമാറാവട്ടെ. ദാറുൽ പോയി ഉസ്താദിന്റെ മക്ബറ സിയാറത്ത് ചെയ്യുമ്പോൾ, ആ മഹാന്റെ മക്ബറയുടെ സമീപത്ത് നിൽക്കുമ്പോൾ ഇന്നലകളിൽ മഹാനറുകൾ കാണിച്ചു തന്ന അവിടുത്തെ ജീവിതങ്ങൾ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ആര് വേറെ വന്നാലും ആ ഒരു വിടവ് തന്നെയാണ്, നികത്താൻ കഴിയാത്ത ഒരു വിടവ് തന്നെയാണ്. ഷംസുൽ വഫാത്തായപ്പോൾ ഷെയ്ഖുനാ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഓരോ കാലത്തും ഒരു പണ്ഡിതൻ വഫാത്താകുമ്പോൾ മറ്റൊരു പണ്ഡിതനും വരും. പക്ഷേ നഷ്ടപ്പെട്ടു പോയ പണ്ഡിതന് പകരം ഒരാളെ കിട്ടൽ കുറവാണ്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണത്. മൗത്തുൽ ആലിമി മുസീബത്തുൻ ലാ തുജ്ബറു. ഒരു പണ്ഡിതന്റെ മരണമെന്ന് പറയുന്നത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ദുരന്തമെന്നാണ്. ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത ദുരന്തമെന്നാണ്. വലിയ നഷ്ടമല്ലേ ഷെയ്ഖുനയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കതാണ്, വസുൽമത്തുൽ ലാ തുസദ്ദു. അടക്കപ്പെടാൻ കഴിയാത്ത വിടവാണ് ഒരു പണ്ഡിതന്റെ മരണമെന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉഖ്റവിയായ പണ്ഡിതന് പറയാൻ പറ്റുന്ന അടയാളങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാം സമ്മേളിച്ച മഹാനായിരുന്നു ഷെയ്ഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അല്ലാഹുവിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലായി കൊടുക്കുമാറാവട്ടെ. ഒരു ഉഖ്റവിയായ പണ്ഡിതന് പറയാൻ കഴിയുന്ന അടയാളങ്ങൾ എന്തൊക്കെയുണ്ട് എല്ലാം ഷെയ്ഖുനിൽ സമ്മേളിച്ചിരുന്നു. മഹത്തുക്കളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഉഖ്റവിയായ പണ്ഡിതന്മാരാകുമ്പോൾ അവർക്ക് ചില പ്രത്യേക ഗുണങ്ങളുണ്ട്. എല്ലാരും പണ്ഡിതന്മാരല്ലേ എന്നൊന്നും ധരിക്കണ്ട. അതും പണ്ഡിതനല്ലേ, ഇതും പണ്ഡിതനല്ലേ, അതും തലയിക്കെട്ടല്ലേ, ഇതും തലയിക്കെട്ടല്ലേ, അങ്ങനെയൊന്നും ധരിക്കണ്ട. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ പണ്ഡിതന്റെയും അരികിൽ പോയി ഇരിക്കരുത് നിങ്ങൾ. ലാ തജ്ലിസു, നിങ്ങൾ ഇരിക്കരുത്. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ദ കുല്ലി ആലിമിൻ, എല്ലാ ആലിമിന്റെയും അടുത്ത് പോയി നിങ്ങൾ ഇരിക്കരുത്. എല്ലാരും പണ്ഡിതന്മാരിലെ അരിച്ചിട്ട് എല്ലാ പണ്ഡിതന്റെയും സദസ്സിൽ പോയി ഇരിക്കാൻ പാടില്ല. ഏത് പണ്ഡിതന്റെ അരികിലായിരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ ഇലാ ആലിമിൻ യദ്ഊകും മിൻ ഖംസിൻ ഇലാ ഖംസ്. 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലായിരിക്കണം പോയിരിക്കേണ്ടത്. 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലായിരിക്കണം ഇരിക്കേണ്ടത്. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. വിഷയം മാത്രം മനസ്സിലാക്കി, എന്റെ ശബ്ദശൈലി ഒന്നും നോക്കണ്ട, വിഷയം മാത്രം നോക്കിയാൽ മതി. 5 കാര്യങ്ങൾ. അതിലൊന്നേതാ? മിനശ്ശക്കി ഇലൽ യഖീൻ. സംശയത്തിൽ നിന്ന് യഖീനിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലേ പോയിരിക്കാവൂ. അങ്ങനെയും ആവാം, ഇങ്ങനെയും ആവാം, എങ്ങനെയും ആവാം എന്ന് പറയുന്ന പണ്ഡിതന്റെ അരികിൽ പോയിരിക്കരുത്. അതെന്താണ് അങ്ങനെ പറഞ്ഞതല്ലേ പിന്നീട് പറയാം. ഇപ്പൊ നിങ്ങൾ അങ്ങനെ അനുസരിച്ച് ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഉറപ്പായി ഗണ്യതമായ ഒരു തീരുമാനം പറയാൻ കഴിയുന്ന പണ്ഡിതൻ ആ പണ്ഡിതന്റെ അരികിലേ പോയിരിക്കാവൂ. അവിടെയാണ് സൈനുൽ ഉലമ. ഒരു വിഷയം പോയി ചോദിച്ചാൽ, എനിക്ക് ഓർമ്മയുണ്ട്, പലപ്പോഴും പല വിഷയങ്ങൾക്കും ഉസ്താദിനെടുക്കാൻ സമീപിച്ചപ്പോൾ പേരാമ്പ്ര സംവാദം കഴിഞ്ഞ്, ആവളയിലെ സംവാദം കഴിഞ്ഞ്, സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായി ആ സംവാദം കഴിഞ്ഞതിന് ശേഷം ഉസ്താദിനെ കാണാൻ പോയപ്പോൾ അഭിമന്യനായ ഉസ്താദ് വലിയ സന്തോഷത്തിലായിരുന്നു. ആരൊക്കെ ഉസ്താദിനോട് ഈ സംവാദത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. ഉസ്താദിനോട് ഫോണിലൂടെ വിളിച്ച് പറയുന്നത് മോശമല്ലേ എന്ന് മനസ്സിലാക്കി ഞാൻ നേരിട്ട് വിളിച്ചിരുന്നില്ല, നേരിട്ട് പോയി പറയാൻ നിലക്കാണ് പിന്നീട് നേരിട്ട് ചെല്ലുന്നത്. ചെല്ലുമ്പോൾ വല്ലാത്ത സന്തോഷത്തിലാണ് ഉസ്താദ്. ചെന്ന ഉടനെ തന്നെ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഉസ്താദ് തന്നെ പ്രായം ചെന്ന ഉസ്താദ് തന്നെ വീട്ടിന്റെ ഉള്ളിൽ പോയി അടുക്കളയിൽ പോയി ചായയും എടുത്തു, ഈത്തപ്പഴം എടുത്തു വരികയാണ്. ഉസ്താദ് ചായ എടുത്ത് വരുന്നുണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്നു, ഞാനത് വാങ്ങാൻ പുറപ്പെട്ടു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ അതിഥിയാണ്, നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാൻ അവിടെ കൊണ്ടുവരാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറി, സമസ്തയുടെ ഏറ്റവും ചെറിയ സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ SKSFന്റെ ചെറിയൊരു പ്രവർത്തകനിക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. അത് വാങ്ങാൻ പുറപ്പെടുമ്പോൾ പോലും സമ്മതിക്കുന്നില്ല. ചായ നിന്നോ ഈത്തപ്പഴം നിന്നോ കഴിച്ചു.
ഉസ്താദ് സംവാദത്തെക്കുറിച്ച് ഓരോന്ന് ചോദിച്ചറിഞ്ഞു. പിന്നെ തുടങ്ങിയില്ലേ ഉസ്താദ് ഒരുപാട് അറിവുകൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പലപ്പോഴും എല്ലാവരും പറയാറുള്ള ഉസ്താദിനെ കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്ന് മാത്രമാണ്. ശരിയല്ലത്. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനാണെങ്കിൽ അതേപോലെ തന്നെ തർക്ക വിഷയങ്ങളിൽ അഗാധ ജ്ഞാനത്തിന്റെ ഉടമയാണ് ശൈഖുനാ സീനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. സമസ്തയുടെ 85-ാം വാർഷികം 60-ാം വാർഷികത്തിന്റെ സുവനീർ, ആ സുവനീർ ഞാൻ വായിച്ചപ്പോൾ അതിൽ ഉസ്താദിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഉസ്താദ് മുഷാവറിലേക്ക് വന്നതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ മുഷാവറിൽ തീരുമാനമെടുത്തു. എന്താ തീരുമാനം? കേരളത്തിൽ ഇനി സംവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംവാദത്തിൽ സമസ്തയുടെ ഔദ്യോഗിക പ്രതിനിധികളായി പങ്കെടുക്കേണ്ട 5 പേരെ അന്ന് മുഷാവറ യോഗം കൂടി തീരുമാനിച്ചു. 5 പേരെ തീരുമാനിച്ചപ്പോൾ അതിൽ ഒന്ന് ശൈഖുനാ സീനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദാണ്. ചെറുശ്ശേരി ഉസ്താദ് കേവലം ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ മാത്രമായിരുന്നില്ല. അഗാധമായ തർക്ക വിഷയങ്ങളിൽ ജ്ഞാനമുള്ള അറിവുള്ള മഹാ പണ്ഡിതനായിരുന്നു സീനുൽ ഉലമ. ശൈഖുനാ ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഉസ്താദിന്റെ അടുത്തിരുന്നപ്പോൾ ഒരുപാട് വിഷയങ്ങൾ. എനിക്കത് കഴിഞ്ഞിട്ടൊന്ന് പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ടല്ല ഞാൻ അവിടെ ഇരുന്നിരുന്നു. ഇടക്കിടക്ക് ഉസ്താദ് ചോദിക്കും, പോകാണ്ടല്ലേ? ഞാൻ അവരുടെ പരിപാടി തുടങ്ങാനായിക്കുന്നത് പറയുന്നുണ്ട്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞിരുന്നേ, എനിക്കൊരു സന്തോഷം. പക്ഷെ സംഘാടകനെ വിളിക്കുമ്പോഴുള്ള സങ്കടം ഉണ്ടെങ്കിലും ഉസ്താദിന്റെ ഇടയിൽ നിന്ന് ഒരുപാട് ഇൽമുകൾ കിട്ടുമ്പോഴുള്ള സന്തോഷം. വലിയ താല്പര്യമായിരുന്നു ചെറിയ പ്രഭാഷകന്മാരോടൊക്കെ. പല വേദിയിൽ നേരിട്ട് കാണുമ്പോൾ എന്നോട് ചോദിക്കും, ആ തുണിയില്ലേക്കുന്നോട്. ആദ്യം ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലായില്ല, എന്തേ തുണിയില്ലേക്കുന്നത്? നിങ്ങളാ തുണിയില്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കെപ്പോഴും മുടിയില്ല. നിങ്ങളെ കാണിച്ചു കൊടുക്കണ തുണിയില്ലേ? അപ്പൊ പറഞ്ഞിട്ടുണ്ട്. അവനോട് പറഞ്ഞു, അത് നല്ലതാണ്, അതിലൂടെ കാണിക്കുമ്പോൾ ശരിക്കും ജനങ്ങൾക്ക് ബോധ്യപ്പെടും. എനിക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം ഇടക്കാലത്ത് ചില ആൾക്കാർ ഈ തുണിയെക്കുറിച്ച് കളിയാക്കി പ്രസംഗിച്ചിരുന്നു, LCD കളിയാക്കി ചില ആളുകൾ പ്രസംഗിച്ചിരുന്നു. ഉസ്താദ് വാക്ക് പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷമായി. ഉസ്താദിന് അംഗീകാരം കിട്ടിയതാണല്ലോ. ശൈഖുനാ സീനുൽ ഉലമ ഷക്കിൽ നിന്ന് യക്കീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച മഹാപണ്ഡിതനായിരുന്നു. ഒന്ന്. രണ്ടാമത് നോക്കും നിങ്ങൾ, റസൂലുള്ളാഹി പറയാൻ റിയായിൽ നിന്ന്, ലോകമാനത്തിൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ആ പണ്ഡിതന്റെ അരികിലെ പോയിരിക്കാവൂ. റിയായിൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ. നോക്കൂ നിങ്ങൾ ശൈഖുനാ സീനുൽ ഉലമയുടെ ജീവിത രീതികൾ. നിങ്ങൾ ആരെല്ലാം കണ്ടുക്കണോ? സീനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് കാണാൻ വേണ്ടി പത്രക്കാരുടെ മുമ്പിൽ നിന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ശൈഖുനാ സീനുൽ ഉലമ ഇന്ന ഫ്ലൈറ്റിൽ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഇന്ന വാഹനത്തിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രാധാന്യത്തോട് കാണിക്കുന്ന എവിടെയും കണ്ടിട്ടുണ്ടോ? എപ്പോഴും എന്തായിരുന്നു അവിടുത്തെ ജീവിത രീതി? നേരത്തെ അവിടെ അൻവർക്കുമാർ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ട് കാത്തിരിക്കുന്നു, ട്രെയിൻ കാത്തിരിക്കുന്നു. ആര് നിങ്ങൾ മനസ്സിലാക്കണം, ആര്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ശൈഖുനാ സീനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. അതാണ് നമ്മുടെ ആലിമീങ്ങളുടെ പ്രത്യേകത. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാം കുഴപ്പമില്ല, അതും കുഴപ്പമില്ല, ഇതും കുഴപ്പമില്ല, എന്താ പറഞ്ഞോട്ടെ, അത് നമ്മൾ വിഷയാക്കണ്ട എന്നൊക്കെ ചിലക്ക് തോന്നുന്നെന്തറിയോ? ഇതൊക്കെ ഒരുപോലെ കണ്ടതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. നമ്മുടെ ആലിമീങ്ങൾ റിയായിൽ നിന്ന് ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഞാൻ ഓർത്തുപോകുകയാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് അവരുടെയൊക്കെ ജീവിത രീതികൾ? എറണാകുളത്ത് പൊന്നുരുന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. പ്രസംഗിച്ച് തിരിച്ചു പോരുമ്പോൾ എന്നെ വാഹനത്തിൽ കൊണ്ടാക്കി തരുന്നത് കുറച്ചാളുകളാണ്. അവരെന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളൊക്കെ ഒരു കാലത്ത് മറ്റേ വിഭാഗത്തിലായിരുന്നു. അപ്പൊ ഞാൻ ഏത് വിഭാഗം? കാരണം ഞാൻ അന്ന് അവിടെ സുന്നത്തമ്മത്ത പ്രസംഗിച്ചിരുന്നത്. അപ്പൊ മറ്റു കാരണം മുജാഹിദറ്റ് ധരിച്ചു. അല്ല, ഞങ്ങള് മറു വിഭാഗത്തിലായിരുന്നു. ഇനി പറയണ്ടല്ലോ, മനസ്സിലല്ലേ? ഏതാണ് അതിലായിരുന്നു. അവ ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ പോകുന്നു? ഇങ്ങോട്ട് പോകുന്നത്? ഞങ്ങൾ പോകുന്ന ആരും പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ പോകുന്നത്? ഞങ്ങൾ സമസ്തന്റെ ആലിമ്യങ്ങളെ അനുഭവിച്ചു പോകുന്നതാണ്. എന്തേ കാരണം? എന്നോട് പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് പരിപാടി നടക്കുന്ന സമയത്ത് 2 വിഭാഗം ആളുകളെയും പരിപാടിക്ക് ക്ഷണിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം നമ്മുടെ ആളുകളെ, ഒരു ദിവസം അവരുടെ ആളുകളെ. അങ്ങനെ ഞങ്ങൾ ക്ഷണിക്കാൻ ഞങ്ങളെയാണ് നിയോഗിക്കപ്പെട്ടത്. ഞങ്ങൾ കോഴിക്കോട് പോയി. മറുവിഭാഗത്തിന്റെ ജീവാത്മാവും പരമാത്മാവും മാന്യദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ചെന്നപ്പോൾ ആദ്യമേ പുറത്തുനിന്ന് ആളുകൾ പറഞ്ഞു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അവരെ ക്രോസ് ചെയ്തു. ഏകദേശം ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് നൽകിയിട്ട് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വെച്ചാൽ അവിടെ ഉസ്താദ് വരും. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു തൊട്ടപ്പുറത്ത് വേറെ റൂം ഉണ്ടായി കയറിക്കാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനപ്പുറത്തേക്ക് വേറെ റൂമിൽ കയറിക്കാൻ പറഞ്ഞു. അവിടെ വെച്ചുകൊണ്ടാണ് ഉസ്താദിനെ കാണുന്നത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഭയങ്കര സംഭവമായിട്ടല്ലേ കാണുന്നത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങൾ ഡേറ്റൊക്കെ വാങ്ങിയപ്പോൾ ഉസ്താദ് പറഞ്ഞു ഡേറ്റ് വരാം. ഡേറ്റൊക്കെ തന്നപ്പോൾ പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഇന്ന ലോഡ്ജിലാണ്, സാധാരണ ഫ്ലാറ്റിലാണ് താമസിക്കാറുള്ളത്. ഇത്രാമത്തെ റൂമാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. ആ റൂം എനിക്ക് ബുക്ക് ചെയ്യണം.
ഒരു വലിയ സന്തോഷത്തോടെ ഏറ്റെടുത്തു. പിന്നെ അവർ തിരിച്ചു പോരുകയാണ്. അവരെന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം ഞാൻ പറയുന്നത്. തിരിച്ചു പോരുമ്പോൾ അവരുടെ മനസ്സിൽ ഇനി ക്ഷണിക്കാൻ പോകുന്നത് കോയക്കുട്ടി ഉസ്താദിനെയാണ്. അവരുടെ മനസ്സിൽ ആദ്യം റൂം, പിന്നെ റൂം, അവിടുന്ന് ഒരാൾ അപ്പുറത്തേക്ക് ഇരുത്തും, അവിടുന്ന് സംസാരിക്കും. ഈ ഒരു ചിന്ത ഇവിടെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ട് കോയക്കുട്ടി ഉസ്താദിന്റെ പിന്നെ സ്ഥാപനം എവിടെയാണ്, ഏത് ബിൽഡിങ്ങിൽ പോയാൽ കാണാം. അത് പറഞ്ഞു ഉസ്താദ് വീട്ടിലാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു വീട് അന്വേഷിച്ചു പോയി. ഇവരെന്നോട് നേരിട്ട് പറഞ്ഞ സംഭവം പറയും. വീട് അന്വേഷിച്ച് ഇവർ പോയി. ഇവരിങ്ങനെ വലിയ കൊട്ടാരങ്ങൾ കാണുമ്പോഴൊക്കെ ഇവരെ മനസ്സിൽ തന്നെ ആയിരിക്കും കോയക്കുട്ടി ഉസ്താദിന്റെ വീട്. അവിടെ ചോദിക്കുമ്പോൾ ഇതല്ല. പിന്നെ ഇങ്ങനെ പോകും. ചെറിയ വീട് ഇവർ നോക്കുന്നില്ല. അവർ പറയാ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന അവിടുന്ന് കണ്ട അതേ അനുഭവത്തിൽ ആളായിരിക്കും. കാരണം അത് മറ്റത് ആ പ്രസ്ഥാനത്തിന്റെ നേതാവ്, ഇത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവ്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പോയി. കുറെ എത്തിയപ്പോൾ ഒരാൾ പറഞ്ഞത് ആ കാണുന്ന വീടാണ്. ഞങ്ങൾ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഒരാൾ പുറത്ത് കള്ളിത്തുണി എടുത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളിവിടെ സലാം പറഞ്ഞു ചോദിച്ചു, കോയക്കുട്ടി ഉസ്താദിന്റെ വീട് ഏതാണ്? അപ്പൊ ഉസ്താദ് ഞങ്ങൾക്ക് ഉസ്താദ് അറിയില്ല, കുട്ടികളെ കയറിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കോയക്കുട്ടി ഉസ്താദിന്റെ വീട് എവിടെയാണ്? അപ്പോൾ ഞങ്ങൾ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു കുട്ടികളെ കയറിയിരിക്കും, അതൊക്കെ നമുക്ക് ശരിയാക്കാറുണ്ട്. ഞങ്ങൾ കയറിയിരുന്നു. നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞങ്ങളിങ്ങനെ എറണാകുളത്ത് നിന്ന് ഒരു പരിപാടി ഏൽപ്പിക്കാൻ വേണ്ടി കോയക്കുട്ടി ഉസ്താദിനെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്നാ പരിപാടി? അപ്പൊ ഇവർക്ക് ഈ ചോദ്യങ്ങൾ പിന്നെയും വലിയ ചോദ്യം വന്നപ്പോൾ ഇവർക്ക് ആ പേടിയായി. ഉസ്താദ് തന്നെയാണ്. ആ കോയക്കുട്ടി ഉസ്താദിനെ സമ്മതിച്ചു. അപ്പൊ എന്നാ പരിപാടി പറഞ്ഞു. ഉസ്താദ് എങ്ങനെ വരിക വെച്ചു. പ്രായം കുറെ ആയി, എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് വരാൻ കഴിയില്ല, ഞാൻ ട്രെയിനിന് വന്നോളാം, പക്ഷെ എൻ്റെ അപ്പോൾ ഒരാളുണ്ടാവും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ ചോദിച്ചു. ഉസ്താദ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, രണ്ടാൾക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തോളാം. ഉടൻ തന്നെ ഇവർ ചോദിച്ചു ഉസ്താദിനെ എറണാകുളത്ത് ഏത് ലോഡ്ജിലാണ് ഉസ്താദ് വന്നാൽ താമസിക്കാറുള്ളത്? അത് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കാം. കാരണം ഇവർ അവിടുന്ന് കേട്ടാലും ഇവർക്ക് അറിയുള്ളൂ. ഉസ്താദ് അടുത്തേക്ക് വെച്ചു നിങ്ങളായിട്ട് പള്ളി ഒന്നും ഇല്ലേ ചോദിച്ചു. നമ്മളെ ലോഡ്ജ് അതാണ് കാരണം. ഇവരെന്നോട് പറയാ പള്ളിയൊന്നുമില്ലേ, അതാണ് നമ്മളെ ലോഡ്ജ്, അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്നു വേണ്ട, അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇവര് പറയാ പറഞ്ഞതുപോലെ പ്രോഗ്രാം എടുത്തു, പരിപാടിയായി. മറ്റാൾ വന്നതുപോലെ ആ എറണാകുളത്ത് ആ ലോഡ്ജിൽ താമസിച്ചു. പരിവാരങ്ങളുടെ ആ സാന്നിധ്യത്തോടുകൂടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉസ്താദിന്റെ ദിവസത്തിൽ ഉസ്താദ് വന്നു നല്ല ക്ഷീണത്തിലായിരുന്നു. ഉസ്താദ് വന്ന് പള്ളി കയറി ഒന്നുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ചു. തോളിൽ കിടക്കുന്ന വല്ലി നിരത്തി വിരിച്ചു, ഉടൻ കടന്നു ഉസ്താദിന്റെ ലോഡ്ജ്. ഇത് പോരെ? എന്നോട് അദ്ദേഹം ചോദിക്കാൻ, ഇത് പോരെ ഞങ്ങൾക്ക് മാറാൻ? നിങ്ങളെ പ്രസംഗം എന്തിനാണ് ഞങ്ങൾ കേൾക്കുന്നത്? എന്തിനാണ് ഒരാളെ CD കേൾക്കുന്നത്? ഞങ്ങളിത് നേരിട്ട് അനുഭവിച്ചതാണ്, ഞങ്ങൾക്ക് എന്തിനാ വേറെ ആൾ പറഞ്ഞു തരുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കണ്ടോ, അങ്ങനെയുള്ള പണ്ഡിതന്മാരെ കണ്ടാൽ മതി. കൂടുതലൊന്നും പ്രസംഗത്തിന്റെ ആവശ്യമില്ല. ഒരു പണ്ഡിതന്റെ ഹാലുണ്ടല്ലോ, അവസ്ഥയുണ്ടല്ലോ, ആ പണ്ഡിതന്റെ അവസ്ഥ മതി. ആയിരക്കണക്കിന് ആളുകൾ പ്രഭാഷണം നടത്തുന്നതിനേക്കാൾ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റം വരുത്താൻ ഒരു പണ്ഡിതന്റെ അവസ്ഥ മതി എന്നാണ് ഗസാലി ഇമാം പറഞ്ഞത്. ആ ഒരു അവസ്ഥ. അടുത്തത് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അടുത്ത പ്രത്യേകത എന്താ? വമിനർ റഗബതി ലസ്സുഹദി. ഒരു പണ്ഡിതന്റെ ഗുണമെന്താ? ആ പണ്ഡിതൻ സുഹദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാണ്. ദുന്യാവിലെ ആഡംബരങ്ങളോട് താല്പര്യമില്ലാതെ പ്രപഞ്ച ത്യാഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതനെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. പ്രപഞ്ച ത്യാഗം അത് വല്ലാത്തൊരു സംഭവമല്ലേ? നിങ്ങൾ ഇപ്പൊ ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യാ? കർണാടകയിൽ യാത്ര നടത്തിയപ്പോ ചില ആളുകൾ യാത്ര നടത്തിയ വണ്ടി ഇങ്ങനെ പൊന്തിയിരുന്നു. ഇത്രേ പൊന്തിക്കോട്ടെ, നമുക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. പക്ഷെ പൊന്തിയപ്പോ അതിനെ കുറിച്ച് പറഞ്ഞെന്താ? അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ട് ഇർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അത് അള്ളാഹ് ചിലർക്ക് കൊടുക്കുന്ന പ്രത്യേകത. ഇന്നല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ചില ആളുകൾ പ്രസംഗിച്ചു, അള്ളാഹ് ചിലർക്ക് കൊടുക്കുന്നതാണെന്ത്? ഇൽമുള്ള ആൾക്കാർ അല്ലാത്ത ഉയർത്തുന്ന ഖുർആനുണ്ട്, അതാണ് ഈ ഉയർത്തത്. നമ്മൾ ഈ ആയത്തൊക്കെ തഫ്സീറിൽ ഓതിയിട്ടുണ്ട്, അതിന്റെ തഫ്സീർ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഉയർത്തുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പണ്ടൊരു പാതിരി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്രേ, യേശു ക്രിസ്തു ഇറങ്ങി വരും. അയാൾ പ്രസംഗം ഇങ്ങനെ രൂക്ഷമായിട്ട് അയാൾ സ്റ്റേജ് ഇങ്ങനെ ഹാലിളകിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് കൂടത്രേ. അപ്പൊ സദസ്സിന് ഒരാൾ എണീറ്റ് പറഞ്ഞത്രേ, ഇറങ്ങി വരുന്നത് നമ്മൾ മനസ്സിലാക്കി, ഇങ്ങനെ ഇറങ്ങി വരും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന പോലെ അള്ളാഹു ഇൽമുടെ ആളുകളെ ഉയർത്തുന്നൊക്കെ നമ്മൾ ഖുർആനിൽ മനസ്സിലാക്കി. പക്ഷെ ഇമ്മാരി ഉയർത്തല് ജപ്പാനിലെ വണ്ടിയിൽ മേൽപോട്ട് പൊന്തിക്കുക, അങ്ങനെ ഉയർത്താനാണ്. എന്തിനാ? അത് ക്രൈം പോരെ, പൊന്തിച്ച പോരെ. എവിടെയാണ് ഉള്ളത് നോക്കൂ നിങ്ങൾ. ഒരു പണ്ഡിതന്റെ യഥാർത്ഥ ഗുണമെന്താ? സുഹൃതാണ്. ഒരു പണ്ഡിതന്റെ എന്ന് പറഞ്ഞ വസ്ത്രം നല്ല വേണ്ടെന്നൊന്നുമല്ല, ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നില്ല. പക്ഷേ ഒരു വസ്ത്രം ധരിക്കുമ്പോഴേക്ക് ആ വസ്ത്രത്തിന്റെ പേരിൽ ആഡംബര ജീവിതമാക്കി മാറ്റരുത്.
ഇങ്ങനെ കാണിച്ച് അഹംഭാവം കാണിച്ച് ഇതാണ് ഞങ്ങളെ പ്രത്യേകത, ഞങ്ങളെ വണ്ടി കണ്ടില്ലേ, ഞങ്ങളെ കാർ കണ്ടില്ലേ, ഞങ്ങളെ ചെരുപ്പ് കണ്ടില്ലേ, ഇത് പറഞ്ഞ ആളുകളെ റഗ്ബത്ത് ദുനിയാവിലേക്ക് താല്പര്യമുണ്ടാക്കുന്ന പണ്ഡിതൻ അതല്ല യഥാർത്ഥ പണ്ഡിതൻ. സുഹൃദായിരിക്കണം ഒരു പണ്ഡിതനെ കണ്ടാൽ പ്രപഞ്ച ത്യാഗം. കോയക്കുടിസ്ഥാനെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മനസ്സ് പൊട്ടാറില്ലേ? നമ്മൾക്ക് മനസ്സ് വേദനിക്കാറുണ്ട്. കാരണം ഉസ്താദിനെ എടുത്തിരിക്കുമ്പോൾ ഉസ്താദിന്റെ ജിബ്ബ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഉജാല മുക്കിയിട്ട് ഇവിടെ കുറെ കളറുകൾ ചുരുണ്ടു കൂടിയിട്ട് ആരുടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ടില്ലേ നിങ്ങൾ? കോയക്കുടിസ്ഥാന്റെ വീട്ടിൽ പോയിട്ടില്ലേ? കോയക്കുടിസ്ഥാന്റെ വീട്ടിൽ ഈ അടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ മഴ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് കാണാൻ പോയി. സ്ഥാനം കയറാൻ ചെന്നപ്പോണ്ട് കോലായിൽ ഇങ്ങനെ ഒരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെമ്പട്ടി വെച്ചപ്പോ ഞാൻ സമതിനോട് ഉസ്താദിന്റെ മോഹനോട് സമതിച്ച് സമതി എന്തിനും ഇവിടെ ഒരു ചെമ്പട്ടി കയറിനോടത്തന്നെ വെച്ചെന്ന് ചോദിച്ചു. അതിനോട് മേപ്പിട്ട് വെക്കുന്ന പറഞ്ഞു. മേപ്പിട്ട് വെക്കും ബോർഡ് പൊട്ടിക്കണം. ആ മഴ പെയ്യുമ്പോൾ വെള്ളം നിരത്ത് വീണാൽ ഉസ്താദ് വയസ്സായാലല്ലേ പുറത്തേക്ക് ഇറങ്ങും, വഴുതി വീഴൂലേ, അതിനോട്ട് ചെമ്പട്ടി വെച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. 12 ലക്ഷം വിദ്യാർത്ഥികൾ സമസ്തക്കുണ്ട്. 12 ലക്ഷം കുട്ടികൾ. ഒരു കുട്ടി 2 റുപ്യ വരുന്ന എത്ര റുപ്യ ഉണ്ടാവും? എത്ര റുപ്യ ഉണ്ടാവും? 24 ലക്ഷം റുപ്യ ഉണ്ടാവും. എത്ര നല്ല പെരാറ്റ ഉസ്താന്. സമസ്ത പറഞ്ഞാൽ എല്ലാ കുട്ടികളും 2 റുപ്യ ഉണ്ടായിരുന്നു. കോയക്കുട്ടി ഉസ്താന്റെ പെരാറ്റാനാണ് പറഞ്ഞാൽ ആരാ കൊടുക്കാതിരിക്കുക? അതിന് ആവശ്യമുണ്ടോ? ഞാൻ അതും വേണ്ട. ഏതെങ്കിലും ഒരു പണക്കാരനോട് കോയക്കുട്ടി ഉസ്താദിന്റെ വീട് ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞ പോരെ? എവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? റസൂലുള്ളാഹി പറയുകയാണ്, ഒരു പണ്ഡിതനെ മനസ്സിലാക്കേണ്ട അടയാളമാണ് ദുന്യാവിനോട് താല്പര്യമില്ലാത്ത പണ്ഡിതന്മാർ, പ്രപഞ്ചത്യാഗികളായി ജീവിക്കുന്ന പണ്ഡിതന്മാര്. ആ പണ്ഡിതന്റെ അരികിലെ പോയിരിക്കാവോ. അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും റസൂലുള്ളാഹി പറയും, നോക്കൂ നിങ്ങൾ, വമിനൽ കിബ്രി ഇല തവാളുഇ, അഹങ്കാരത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്ന്, കിബറിൽ നിന്ന് തവാളുവിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ. ഇത്ര തവാളുവാണ്. ചെർഷീർ സാഹിലൊക്കെ താഴ്മ എന്താ? ഞാൻ പറഞ്ഞല്ലോ, സാധുവാ ഞാൻ കയറി ചെന്നപ്പോ എന്നോട് കാണിച്ചത്. ഇപ്പതാ ജനറൽ സെക്രട്ടറി ആയിട്ട് ആലിക്കുട്ടി സാറിനെ നിയമിച്ചിട്ടുണ്ട്. ഉസ്താദിന്റെ താഴ്മ എന്താ? ഉസ്താദ് ചെറുവത്തൂരിൽ ഒരു പ്രോഗ്രാമിന്, കാസർഗോഡ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ എൻ്റെ 2 കുട്ടികൾ, ചെറിയ 2 കുട്ടികൾ ഉസ്താദിനെ കാണാൻ നിർബന്ധം പറഞ്ഞിട്ട് പോന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന ഉസ്താദ് ഈ കുട്ടികളെ കണ്ടപ്പോൾ വാരിയെടുക്കുക. ഷെയ്ഖുൽ ജാമിയ, ഒരു ആഗോള പണ്ഡിതൻ ചെറിയൊരു കുട്ടിയെ കാണുമ്പോൾ വാരിയെടുക്കും. വേറെ ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ വരുമ്പോ പരിവാരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരാളുകൾ എടുക്കാൻ പറ്റൂല. ആലോചിച്ച് നോക്കുന്നു, എന്തൊരു തവാളുവാണ് അല്ലേ? ചെർഷീസ്ഥാനെ കുറിച്ച് മകൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉസ്താദ് തന്നെ നേരിട്ട് കൊണ്ടുവരലാണ്. മീൻ മാത്രല്ല, വീട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഉസ്താദ് കൊണ്ടുവരലാണ്. പക്ഷെ അതിന് ചില ആൾക്കാർ ഇപ്പൊ കളിയാക്കി, വേദനയുണ്ട് നമുക്ക്. ഈ വഫാത്തിന്റെ ശേഷം ചില ആൾക്കാർ പറഞ്ഞു അതൊക്കെ എന്തൊരു പണ്ഡിതന്റെ അടയാളാണോ? അടയാളാണ്, പഠിക്കണം നിങ്ങൾ. ബഹുമാനോട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള ആളുകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയില്ലേ? ഒട്ടേറെ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ? ചില പണ്ഡിതന്മാർ പറഞ്ഞ ശൈലി നോക്കൂ നിങ്ങൾ. യഥാർത്ഥ ആലിമാണെങ്കിൽ മത്തി മാത്രമല്ല കൊണ്ടുപോകുക, മണ്ണും തലയിലേറ്റി പോകുന്നതാണ്. ഇത് മത്തി മീൻ പിടിച്ചു പോയതിനൊക്കെ എത്ര രൂക്ഷമായിട്ട് ചില ആൾക്കാർ കളിയാക്കിയത്. പക്ഷെ ചില ആൾക്കാർ കളിയാക്കിയത് ചില ആളുകൾ, SSFന്റെ ചില മുൻ നേതാക്കന്മാരൊക്കെ പറഞ്ഞു അതാണ് യഥാർത്ഥ പണ്ഡിതന്റെ ലക്ഷണം. നമ്മളെങ്കിലും ഉസ്താദ് ആ വണ്ടിയിൽ പോയി ഈ വണ്ടിയിൽ പോയി എന്നൊന്നും പറയരുത്. നമ്മൾ ഇനി ചെറുശ്ശേരി ഉസ്താദ് പോയവർക്ക് ഇങ്ങനെ പോയി എന്നൊക്കെ പറയണം. അപ്പൊ ചില ആൾക്കാർക്ക് ഉസ്താദിനെ ഓട്ടോറിക്ഷയിലേക്ക് ഇരുത്തി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടാൻ തുടങ്ങി. അതൊക്കെ എല്ലാവർക്കും അറിയില്ലേ ആ ഫോട്ടോ ഒക്കെ എന്താന്നുള്ളത്? ആ കളിയുണ്ടെന്നും ഈ സമുദായം തിരിച്ചറിയില്ലേ? എന്തിനാ അതിന്റെ പിന്നാലേക്ക് പോണത്? ഇത് ആത്മാർത്ഥമാണ്, അത് ജാടയാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷ അല്ല, സൈക്കിളും ഒരാളും മറ്റാളെ ബേക്കിലെത്തി പോയാലും ശരി, അതൊന്നും കോം ഉൾക്കൊള്ളില്ല. കാരണം സമുദായം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സമുദായം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അഭിനയിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് പാണ്ഡിത്യം കൂടുന്തോറും. ഒരു പാണ്ഡിത്യം കൂടുന്നത് വിജയലക്ഷണമാണ്, മനസ്സിലാക്കാനുള്ള മാർഗമാണ്. പാണ്ഡിത്യം കൂടുമ്പോ അവരിൽ തവാളു കൂടി വരും. പണ്ഡിതന്മാരൊക്കെ ഇവിടെ നോക്കൂ നിങ്ങൾ. അന്നൽ അബ്ദ കുല്ലമാ സീദ ഫീ ഇൽമിഹി സീദ ഫീ തവാളുഇഹി. ഒരാളുടെ ഇൽമു വർദ്ധിക്കുമ്പോൾ ആ ഇൽമു വിജയമാണെന്ന ലക്ഷണം എന്താ? ഇൽമു വർദ്ധിക്കുന്തോറും തവാളു ഇങ്ങനെ കൂടി വരും. റസനത്തുൽ ഇൽമി മൻ കാനത് തുസക്കിലുഹു
യംശി ബിഹാ ഖാലിഅൻ മിഖ്ദാർ അസ്ഖാലി. ഞാൻ തന്മർക്കമാരോട് പാടിയ എന്ത് ഇൽമിങ്ങനെ കൂടുന്തോറും ഒരു മൂച്ചിയിൽ മാവിൽ മാങ്ങ ഉണ്ടാകും തോറും കൊമ്പിങ്ങനെ താന്നുകൊണ്ടിരിക്കും. ചർച്ചിസ്ഥാൻ ഏത് വേദിയിലും ഇങ്ങനെ തലാത്തിരിക്കുന്നുണ്ടാവും. കാളമ്പാടി ഉസ്താദ്, ചില ആൾക്കാർക്ക് നമ്മളെ സാഹസിൽ നമുക്കിനെ ചിലർക്ക് ഇങ്ങനെ ആ ഫോട്ടോ എടുക്കുമ്പോൾ ഉസ്താദ് അങ്ങനെ ഇരുന്നെങ്കിൽ അല്ലെ നമുക്ക് ഫോട്ടോ ഒന്ന് ഉഷാറായി കിട്ടാൻ. അവർക്കെന്ത് ഫോട്ടോ, നാളെ പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ വരെയുള്ള ഫോട്ടോ ഉസ്താദ് ഇങ്ങനെ ഇരുന്നപ്പോ നമ്മൾ എന്താ കാട്ടാ, നമ്മൾ അങ്ങോട്ട് ആലോചിക്കുണ്ടാകാ. പക്ഷേ അവരെ ചിന്ത അവിടേക്കല്ല. ഈ പത്രങ്ങളിൽ വരുന്ന ഫോട്ടോ എല്ലാവരും ചിന്ത പടച്ചവനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ചിന്ത ഇങ്ങനെ കൂടുന്തോറും ഇൽമു കൂടുന്തോറും പണ്ഡിതന്മാര് പറയുകയാണ് അവരുടെ താഴ്മ വർദ്ധിക്കുകയാണ്, അവരുടെ കാരുണ്യം വർദ്ധിക്കുകയാണ്. അമല് കൂടുമ്പോ എത്രയുണ്ട് ഇബാദത്ത് കൂടുന്നുവോ അത്ര കണ്ട് പടച്ചവനെ കുറിച്ചുള്ള പേടി കൂടുന്നതാണ്. കുറെ കള്ളത്തരിക്കത്തേരക്കുണ്ട്, കുറെ വലിയ ഷെയ്ഖാർ നടക്കുന്ന ആൾക്കാർ ഓല് കുത്തുബസമാനാകും തോറും പടച്ചവനെ കുറിച്ചുള്ള പേടി ഇല്ലാതാകയാണ്. ഇതെങ്ങനെയെല്ലാം ഒരു ഇബാദത്ത് കൂടുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഒരു റക്അത്ത് അധികം നിസ്കരിക്കുമ്പോഴേക്ക് പടച്ചവനെ കുറിച്ചുള്ള പേടി വർദ്ധിക്കുകയാണ്. കളമ്പാട് ഉസ്താദിന്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോ ആ മുഖത്തേക്ക് നോക്കുമ്പോ നമ്മുടെ മനസ്സ് പോലും പേടിച്ചു പോവുകയല്ലേ. എന്തൊരു ചിട്ടയാണ് ഒരു സംസാരം പറയുമ്പോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനല്ലേ സമസ്ത കേരള ജമിയത്തിൽ ഇവിടെ 90-ാം വാർഷിക മഹാസമ്മേളനത്തിൽ ദുആ ചെയ്ത മഹാനായ വാവാട് ഉസ്താദ്. എത്രത്തെ സാധനങ്ങളാ അതിന്റെ നേതൃപദവിയിലുള്ളത്. ഇതൊന്നും നിഷേധിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യണ്ട, ഇതൊന്നും കളിയാക്കണ്ട. റിഫാ ഷെയ്ഖിന്റെ പേരും പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ട് കോയക്കൂട്ടുസ്ഥാനൊന്നും തെറി പറയേണ്ട സഹോദര, ആക്കിബത്ത് മോശം. അത് ഗൗരവത്തെ ചിന്തിക്കണ്ട. റിഫാ ഷെയ്ഖിന്റെ പേരും പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിക്കുക, എന്നിട്ട് കോയക്കൂട്ടുസ്ഥാൻ അനാവശ്യം പറയവിടെ. ഇത്ര വേദനുണ്ട് നമുക്കിത്. ഞാനത് കേട്ടത് കൊണ്ട് ഈ ഇവിടുത്തെ പ്രസംഗം കേട്ടതുകൊണ്ട് സത്യത്തിൽ പോകുന്ന അല്ലെന്ന് വരില്ല. കാരണം എന്റെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷെ ഞാൻ കോയക്കുട്ടിസ്ഥാനൊക്കെ ആ രീതിയിൽ ആക്ഷേപിച്ചപ്പോൾ നമ്മുടെ മനസ്സ് പൊട്ടിപ്പോയി. എന്താണ് ഈ കേൾക്കുന്നത്? വാവാട് ഉസ്താദ് സംസാരിക്കുമ്പോൾ വായങ്ങനെ പൊത്തിപ്പിടിക്കും. ഒരാൾ സംസാരിക്കുമ്പോൾ വായങ്ങനെ അടച്ചുപിടിക്കും. പേടിയാണ്. അവരൊക്കെ അടുക്കൽക്കുമ്പോൾ നമ്മളൊക്കെ പഠിച്ച റബ്ബേ നമ്മുടെയൊക്കെ ജീവിതം എന്താ? അല്ലാഹു ആ മഹാന്മാരെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനെ, ഞങ്ങളൊക്കെ നന്നാക്കണേ റബ്ബേ, ഞങ്ങളുടെ സ്വഭാവത്തിനൊരു മാറ്റം നൽകണേ റഹ്മാനെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, പിന്നെയോ കുല്ലമാ സീദ ഫീ ഉംരിഹി, ഒരാളും ജീവിതത്തിൽ ആയുസ് വർദ്ധിക്കും തോറും ആയുസ് വർദ്ധിക്കുന്നവന്റെ വിജയമാണോ പരാജയമാണോ എങ്ങനെ മനസ്സിലാക്കുക? പണ്ഡിതന്മാർ പറയുന്നു, ആയുസ് വർദ്ധിക്കുമ്പോൾ അവന്റെ അത്യാഗ്രഹങ്ങൾ കുറയുന്നുണ്ടോ മനസ്സിലാക്കാം, അവന്റെ വിജയലക്ഷണമാണത്. അത്യാഗ്രഹങ്ങൾ കുറയുക. ഏത് പണക്കാരനെ കണ്ടാൽ എങ്ങനെ പോക്കറ്റ് കിടണം ചിന്ത വരരുത്, എങ്ങനെ പോക്കറ്റ് കിടണം ചിന്ത വരരുത്. ആ ചിന്ത വന്ന മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതം അത് പരാജയമാണ്. ഒന്നുകൂടി പറയാം, മറ്റു പോക്കറ്റ് ഇരിക്കാം പോരെ. മറ്റൊന്ന് അത്യാഗ്രഹങ്ങൾ നോക്കി നിങ്ങൾ ഇവിടെ നോക്കി. അത്യാഗ്രഹം ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് എവിടൊക്കെ ഞാൻ പറഞ്ഞില്ല, എന്തൊരു വിഷയം അതന്നെ പറയേണ്ടതാണ്. ഉസ്താദിന് അനുസ്മരണ ബോർഡ് ഉണ്ടപ്പോൾ ഞാൻ ഈ വിഷയം അങ്ങനെ വന്നുപോയി, എൻ്റെ മനസ്സിൽ വന്നുപോയതാണ്. ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് ദുബൈയിൽ പോയപ്പോൾ ഉസ്താദിന്റെ പരിപാടി കഴിഞ്ഞപ്പോൾ യൂസുഫ് അലി ഷെയ്ഖുനാനെ കാണാൻ വന്നു, MA യൂസുഫ് അലി. അപ്പോൾ ആൾക്കാരൊക്കെ വലിയ ഇതിലിങ്ങനെ കൊണ്ടുവന്നു, ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് യൂസുഫ് അലിയാണ്. ആ യൂസുഫ് അലിയാ, എവിടെ വീട്? യൂസുഫ് അലിൻ്റെ. യൂസുഫ് അലി പറഞ്ഞിങ്ങനെ തൃശ്ശൂർ ഭാഗത്താണ്. ഉടൻ തന്നെ ഉസ്താദിന്റെ പേര്, എന്താ പണി? അങ്ങനല്ല തലക്കനാക്കിട്ട് എന്താ പണി? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞു. നമ്മുടെ ആലിമിന്റെ അവസ്ഥ അങ്ങനെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ അടുത്ത് MT ഉസ്താദിന്റെ കാസർഗോഡ് ഒരു പ്രോഗ്രാമിലുണ്ട്. അപ്പൊ അവിടെ നല്ലൊരു വമ്പം മുതലാളിയുണ്ട്. അയാളിങ്ങനെ ഈ ആളുകളിലെ ജാട കണ്ടിട്ട് മറ്റേങ്ങനെ പെട്ടു നിൽക്കുക. നമ്മളെ ആളൊക്കെ തന്നെയാണ്, പക്ഷെ ആൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ MT ഉസ്താദിന് പറഞ്ഞു, അയാള് ഉസ്താദിനെ കാണുന്ന ആഗ്രഹമുണ്ട്, അവിടെ പോയിട്ടൊന്ന് പോരാൻ. അല്ലാഹു ഉസ്താദിന്റെ ഹാലടക്കിയില്ലേ. അത് ശരി, അങ്ങോട്ട് പോയി പൈസ ഉണ്ടിച്ച് അങ്ങോട്ട് അടക്കല. നമ്മൾ അതിനാണോ? അല്ല ഭയങ്കര ഹല. ഞാൻ വേറൊന്നും നമ്മൾ രക്ഷയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആയുസ് കൂടുന്തോറും അത്യാഗ്രഹം കുറഞ്ഞുകൊണ്ടിരിക്കും.
അതാണ് ഒരു പണ്ഡിതന്റെ ഗുണം എന്ന് പറയുന്നത്. അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല. ഒരു പണക്കാരുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് ചാടിക്കുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശുകളൊക്കെ എങ്ങനെ തന്റെ പോക്കറ്റിലേക്ക് ആക്കാൻ കഴിയുമെന്നാണ് പലരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ. കുല്ലമാ സീദ ഫീ ഖദ്രിഹി വജാഇഹി സീദ ഫീ ഖുർബിഹി മിനന്നാസ്. ഒരാളുടെ പദവി കൂടുന്തോറും, സ്ഥാനം കൂടുന്തോറും ആ കൂടുന്നത് അവനക്ക് അനുകൂലമാണോ, പരലോകത്ത് വിജയമാണോ അല്ലെ എങ്ങനെ മനസ്സിലാക്കുക? ഒരാളിപ്പോ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി, അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥാനം കിട്ടിയാൽ ആ സ്ഥാനം കിട്ടിയത് അവനക്ക് ഗുണമാണോ പരാജയമാണോ എങ്ങനെ മനസ്സിലാക്കുക? പണ്ഡിതന്മാർ പറയും നോക്കൂ നിങ്ങൾ, അതെങ്ങനെ മനസ്സിലാക്കുക? സ്ഥാനം കൂടുന്നതനുസരിച്ച് കൊണ്ട് അവൻ ജനങ്ങളുമായിക്കൊണ്ട് ജനങ്ങളോടുള്ള അടുപ്പം വർദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാക്കാം, ജനകീയനാകുന്നുണ്ടോ മനസ്സിലാക്കാം. അവനക്ക് കിട്ടിയ സ്ഥാനം അവനക്ക് ഗുണകരമാണ്. ചില ആൾക്കാർ സ്ഥാനം കിട്ടി എങ്ങനെ, ശൈഖുനാന്റെ വണ്ടിന്റെ അടുത്തേക്ക് എടുക്കാൻ പാടില്ല, അങ്ങനെ അടുത്തേക്ക് വരാൻ പാടില്ല, അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചു നിർത്തി ജയിലുലമ കാര്യങ്ങൾ കൈപിടിക്കാൻ പോക്കുണ്ടോ? അത് വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അത് വന്ന് ഇറങ്ങുന്ന രൂപം നമ്മൾ കാണാറില്ലേ? ജനകീയനായി ജനങ്ങളുമായി ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നു, ഒരു വിജയലക്ഷണമാണ്. അടുത്ത പറയും നോക്കും നിങ്ങൾ, ഒരാളെ സമ്പത്ത് കൂടുമ്പോൾ ആ സമ്പത്ത് കൂടുന്നവർക്ക് വിജയമാണോ അല്ലേ എങ്ങനെ മനസ്സിലാകുക? കുല്ലമാ സീദ ഫീ മാലിഹി സീദ ഫീ സഖാവതിഹി വഫീ ബദലിഹി. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചു തരുമ്പോ ആ സമ്പത്ത് വർദ്ധിക്കുന്നവർക്ക് ഗുണമാണോ അല്ലേ എങ്ങനെ മനസ്സിലാക്കാം? സമ്പത്ത് കൊടുക്കുന്നുണ്ടോ മനസ്സിലാക്കാം. ആ സമ്പത്ത് അവനക്ക് ഗുണകരമാണ്. കൊടുക്കാതെ പിടിച്ചു വെക്കുന്നുണ്ടോ, കൊടുക്കാതെ മനസ്സ് കൊടുക്കാതെ തന്റെ കയ്യിൽ പിടിച്ചു വെക്കുന്നുണ്ടോ, പിഷ്കത്തരം കാണിക്കുന്നുണ്ടോ, ആ സമ്പത്ത് റബ്ബിന് കൊടുത്തത് അവന്റെ പരാജയ ലക്ഷണമാണ്. ദീനിന് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അല്ലാത്തൊരു സമ്പത്ത്. ചില ആൾക്കാരെങ്ങനെ ഉണ്ട്, പൈസക്ക് ഉണ്ടാകും. പൈസ ഉണ്ടായത് എങ്ങനെ? ഗൾഫിലൊക്കെ പോയി കാശുണ്ടായി. ഗൾഫിക്ക് പോകുമ്പോൾ പള്ളിക്ക് ഒരു ഉസ്താദേ ഒന്ന് വേർക്കൊണ്ടു, ഞാൻ ഗൾഫിക്ക് പോവുകയാണ്, ആ കുട്ടികൾക്കൊന്ന് രാത്രി പറഞ്ഞുകൊണ്ട് കുത്തുബിയത്തൊക്കെ നമുക്ക് ചെല്ലണം, എന്നിട്ട് കുത്തുബിയത്തൊക്കെ ചെല്ലി ഉസ്താദൊക്കെ മനസ്സ് പൊട്ടി ദ്വേർന്ന് ഗൾഫ് പോയി തിരിച്ചു കുത്തുബിയത്ത് ഷിർക്ക്, ഇങ്ങനെ പോകുമ്പോ ഒരു ദ്വാ അതിനാവശ്യമില്ല. പിന്നെ അവന്റെ മനസ്സൊക്കെ ജനങ്ങളിൽ നിന്ന് അകലുന്നു. സമ്പത്ത് പിടിച്ചു കൂട്ടി സമ്പത്തിന്റെ പിന്നാലെ ഇങ്ങനെ ആക്രാന്തം കാണിച്ചടക്കുന്ന ആളുകൾ. അതൊരാൾക്ക് സമ്പത്തുണ്ടായാൽ ആ സമ്പത്ത് അവനക്ക് പരാജയമാണെന്നുള്ള ലക്ഷണമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ സാന്ദർഭമായിട്ട് ബക്കറ്റിന് പോയിക്കോ, എവിടെ നല്ല ആളാണ്. പ്രിയമുള്ളവരെ, നല്ല സംഖ്യ എല്ലാവരും നമ്മളെ പരിപാടിക്ക് വലിയൊരു ബാധ്യത നമുക്കറിയാലോ. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്താണ്. ഇതൊക്കെ ഇന്ന് കണ്ടു. ഇപ്പൊ ഞാൻ ഈ കാഴ്ച, എന്റെ മഹിളൊരു സഹോദരി, അദ്ദേഹത്തിന്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്. ആ സഹോദരി റോഡ് മുറിച്ചെടുക്കാൻ പെട്ടെന്ന് ഒരു കാർ വന്നു അടിച്ചു മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ഇതൊക്കെയുള്ളൂ നമ്മുടെ ജീവിതങ്ങൾ. ഇന്ന് കണ്ടു നല്ലൊരു സംഖ്യ. അങ്ങനെ സ്പീഡിലൊന്നും പോയൊരു മനുഷ്യൻ തരൂല. പൈസ കാരണം കൊണ്ട് നമ്മൾ ഓരോന്ന് പരിഗണിക്കണ്ടേ. എല്ലാവരും നല്ലൊരു സംഖ്യ ഈ പരിപാടിക്ക് വലിയൊരു ബാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഒരു ഉഖ്റവിയായ പണ്ഡിതനുണ്ടാവേണ്ട എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടോ ആ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു സമസ്തയുടെ ആലിമീങ്ങളൊക്കെ. ശിർസാന്ന് മാത്രമല്ല, കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ഓരോന്നും എടുത്തു നോക്കും നിങ്ങൾ. ഏത് പണ്ഡിതന്മാരെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരൊക്കെ ഉഖ്റവിയായ പണ്ഡിതന്മാരാണ്. കണ്ണിയത്ത് ഉസ്താദ് അല്ലേ, ആ ഒരു ജീവിതം എന്തായിരുന്നു? ശംസുൽ ഉലമ എന്തായിരുന്നു അവിടുത്തെ ജീവിത രീതി? ഇന്ന് പലരും പഠിക്കേണ്ടതാണെന്ന്. ഇന്ന് ചില പണ്ഡിതന്മാരുടെ സ്വഭാവം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഭരണാധികാരികളെ പിന്നാലെ നടക്കുന്ന പണ്ഡിതന്മാരാണ് ഏറ്റവും മോശപ്പെട്ട പണ്ഡിതന്മാർ. മഹാനായ സയ്യിദുൽ മുസ്തഫ റളിയല്ലാഹു വാക്ക് കുറച്ചുകൂടി കടുപ്പമുള്ള വാക്കാണ്. സയ്യിദ് റളിയല്ലാഹു പറഞ്ഞു നോക്കുന്നുങ്ങൾ, ഇദാ റഅയ്തുമുൽ ആലിം യഖ്ശൽ ഉമറാ ഫഹ്ദറൂ മിൻഹു ഫഇന്നഹു ലിസ്ൻ. ഒരു പണ്ഡിതൻ വല്ലാതെ ഇങ്ങനെ ഉമറാക്കളെ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവനെ സൂക്ഷിക്കണം. ഫഇന്നഹു ലിസ്ൻ. സയ്യിദ് മുസ്തഫ റളിയല്ലാഹു പറയാണ്, അവൻ കള്ളനാണ്. ഇതിലും വലിയ വാക്ക് എന്താ പറയാ? ഞാൻ ഉദ്ധരിച്ചതല്ല കേട്ടോ, നീ നാളെ എന്നിട്ട് പറയരുത് ഞങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞു. സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു പണ്ഡിതൻ വല്ലാതെ ഭരണാധികാരികളെ പിന്നാലെ നടക്കുന്നത് കണ്ടാൽ
ഉറപ്പിച്ചുകൊള്ളണം. ഫഇന്നഹു ലിസ്സുൻ, അവൻ കള്ളനാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. ശംസുൽ ഉലമ, നിങ്ങൾക്കറിയോ, ലക്ഷദ്വീപിൽ സയ്യിദ് സാഹിബ് മന്ത്രിയായ സമയം, സയ്യിദ് സാഹിബ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല. സയ്യിദ് സാഹിബ് നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരു കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതിലുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. തഹജ്ജുദ് പോലും അദ്ദേഹത്തിന് മുടങ്ങാറില്ല. അങ്ങനത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് കിട്ടുമോ? തഹജ്ജുദ് മുടങ്ങാറില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ അധികാരത്തെ കുറിച്ച് പേടിണ്ടായിരുന്നില്ല. ആൾ അന്തസ്സോടെ കാര്യം പറയുന്നു. ലക്ഷദ്വീപ് അദ്ദേഹം ഇപ്പോഴും പറയും, ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ ശംസുൽ ഉലമയുടെ സമസ്തക്കാരനാണ്. ചില ആൾക്കാർക്കൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും സമസ്ത പറയുമ്പോൾ പേടിയാ, വോട്ട് പോയാലോ. എന്ത് ഓട്ട ചങ്ങന്മാരെ, അള്ളാന്റെ ദീന് വിട്ടിട്ടുള്ള എന്ത് വോട്ട്, എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം? അള്ളാഹുവിന്റെ ദീൻ നഷ്ടപ്പെടുത്തി എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം? സയ്യിദ് സാഹിബ് അദ്ദേഹം അന്തസ്സോടെ പറയാറുണ്ട്, ഞാൻ സമസ്തക്കാരനാണ്, ശംസുൽ ഉലമയുടെ സമസ്തക്കാരനാണ്. അങ്ങനെ എതിരാളികൾ ലക്ഷദ്വീപിൽ BJP അടക്കമുള്ള എല്ലാവരെയും കൂട്ടുപിടിച്ച് സയ്യിദ് സാഹിബിനെ പരാജയപ്പെടുത്തി. സയ്യിദ് സാഹിബ് മത്സരിക്കുമ്പോൾ ശംസുൽ ഉലമയോട് വന്നിട്ട് പറഞ്ഞു, ഷെയ്ഖുന ദുആ ചെയ്യണം, ജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ശംസുൽ ഉലമ ദുആ ചെയ്തില്ല. ശംസുൽ ഉലമ പറഞ്ഞു, സയ്യിദ് സാഹിബ് താങ്കൾ ധൈര്യത്തോടെ പോവുക, താങ്കൾ മന്ത്രിയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു ഷെയ്ഖുന പറഞ്ഞില്ല, അതിനോട് ദ്വയർന്നുമില്ല, താങ്കൾ മന്ത്രിയാണെന്ന്. അത് നാട്ടാകെ പാട്ടായി. ശംസുൽ ഉലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ സയ്യിദ് സാഹിബ് പരാജയപ്പെട്ടു. സയ്യിദ് സാഹിബ് പരാജയപ്പെട്ടപ്പോ ലക്ഷദ്വീപിൽ ആകെ മറുഭാഗം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കളിയാക്കി. എന്ത് ശംസുൽ ഉലമ, ശംസുൽ ഉലമയുടെ കറാമത്ത് പൊളിഞ്ഞില്ലേ? എന്നോട് സയ്യിദ് സാഹിബിന്റെ മകൻ ഹംദുള്ള സയ്യിദ് എന്നോട് നേരിട്ട് പറഞ്ഞ, കഴിഞ്ഞ ലക്ഷദ്വീപിലെ MP കൂടിയായിരുന്നു ഹംദുള്ള സയ്യിദ്. ബഹുമാനായ പാണക്കാട് സയ്യിദ് ശാബ്ദങ്ങളും ഹംദുള്ള സയ്യിദ് ഒക്കെ ഞങ്ങളൊരു ബോട്ടിലൂടെ അകത്ത് ദ്വീപിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഹംദുള്ള സയ്യിദ് എന്നോട് നേരിട്ട് പറഞ്ഞു, ലക്ഷദ്വീപിൽ ആ കോളിളക്കം സൃഷ്ടിച്ചു. എല്ലാവരും പറഞ്ഞു, ശംസുൽ ഉലമക്ക് എന്ത് കറാമത്ത്. എന്റെ ബാപ്പ തോറ്റതിനേക്കാൾ ഉപരി എന്റെ ബാപ്പ ഏറ്റവും വേദനിപ്പിച്ചൊരു സമയമായിരുന്നു. ശംസുൽ ഉലമയെ കുറിച്ച് എല്ലാവരും പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ വിഷമത്തോടെ സയ്യിദ് സാഹിബ് റൂമിലിരിക്കുമ്പോഴാണ്, വീട്ടിലിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധി വിളിക്കുന്നു, സയ്യിദ് സാഹിബ് എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് വരണം. സയ്യിദ് സാഹിബ് ചോദിച്ചു, ഞാൻ എന്തിനാ വരുന്നത്, ഞാൻ തോറ്റിരിക്കുകയാണല്ലോ. ഉടൻ തന്നെ മറുപടി, നിങ്ങൾ വരണം, നിങ്ങളെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു, മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയണം, ചില ആൾക്കാരൊക്കെ പൊന്നാനി മത്സരിപ്പിച്ച വാ MP എന്നൊക്കെ പറഞ്ഞു, അത് ഓ MP ആയി. അത് MP ആയില്ല, ഒന്നും ആയില്ല. ഇത് ശംസുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്. ശംസുൽ ഉലമ പറഞ്ഞു, സയ്യിദ് സാഹിബ് എന്തുള്ള സയ്യിദ് പറയാ, വാപ്പത് കേട്ട് തരിച്ചുപോയി. കാരണം ഉന്നതരായ കോൺഗ്രസിലെ പല നേതാക്കന്മാരും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചവിടിരിക്കുമ്പോ തോറ്റ് എന്നെ വിളിച്ച് സോണിയാഗാന്ധി പറയുന്നു, നിങ്ങൾ മന്ത്രിയാണ്. എന്റെ മനസ്സോടിയത് ഉപ്പ പറഞ്ഞു അത്രേ, അത് ശംസുൽ ഉലമയുടെ കറാമത്താണ്. അങ്ങനെ കേന്ദ്രമന്ത്രിയായ ഉടനെ സയ്യിദ് സാഹിബിന്റെ നേരെ വരുന്നത് മഹാനായ ശംസുൽ ഉലമയുടെ അടുക്കലേക്കാണ്. മഗ്രിബിന്റെ സമയമാണ്. ശംസുൽ ഉലമ മഗ്രിബിന്റെ സമയം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അധിക സമയം ഇബാദത്തിലും ദിക്റിനും കഴിഞ്ഞു പോകുന്ന സമയമാണ്. സയ്യിദ് സാഹിബ് ബുദ്ധിമുട്ടിക്കാൻ പോയില്ല, പുറത്തിരുന്നു. ഷെയ്ഖുന ദിക്റും ഇബാദത്തും എല്ലാം കഴിഞ്ഞ് ഇശാ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് സയ്യിദ് സാഹിബ് ചെല്ലുന്നത്. അതാണ് യഥാർത്ഥ ആലിം. ഭരണാധികാരിയുടെ പിന്നാലെ പോകുന്നവനല്ല ആലിം. സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഭരണാധികാരിയുടെ പിന്നാലെ, ഭരണകർത്താക്കളെ പിന്നാലെ തീരെ പോകണ്ടെന്നൊന്നുമല്ലേ ഈ പറയുന്നത്. അതൊരു തൊഴിലാക്കി മാറ്റി, ഞങ്ങൾക്ക് ആര് ഭരിച്ചാലും വേണ്ടില്ല, ഞങ്ങൾ ഓല പിടിക്കും, ചാക്കിലിടും, ഞങ്ങൾ നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്നവനെ കണ്ടാൽ മനസ്സിലാക്കണം, ഫഇന്നഹു ലിസ്സുൻ, അവൻ ലിസ് എന്ന് പറഞ്ഞാൽ കള്ളനാണ്. ഞാൻ പറഞ്ഞതല്ല, സയ്യിദ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നലകളിൽ കഴിഞ്ഞുപോയി നമ്മുടെ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, മഹത്തുക്കൾ, അവരൊക്കെ നല്ലവരായിരുന്നു. ഒരു ഉഹ്റവിയായ പണ്ഡിതന് പറയാൻ പറ്റുന്ന ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയവരായിരുന്നു. അല്ല ഇവരല്ലാരട്ടെ, ഇവരെന്തേ പറയുള്ളൂ, ജീവിച്ചിരിക്കും പറയുന്നു ശരിയല്ലാരും, മരിച്ചെന്താ പറയുന്നത്, ഇതൊക്കെ നല്ലവരായിരുന്നു. ഓഷം. ഇപ്പൊ സയ്യിദുൽ ഉലമയെ കുറിച്ച് ഇപ്പോ ഈ അടുത്ത് നിങ്ങൾ ക്ലിപ്പ് കേട്ടില്ലേ, ഒരാൾ പ്രസംഗിച്ചെന്താ, ചെറുശ്ശേരി ഉസ്താദ് നല്ല പണ്ഡിതനായിരുന്നു. ഇവിടെയും പറഞ്ഞല്ലോ, ഇവിടെയും പറഞ്ഞെന്താ, ചെറുശ്ശേരി ഉസ്താദ് വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമൊക്കെ ഭയങ്കരമാണ്. അതൊക്കെ ഇപ്പോഴല്ലേ നിങ്ങൾക്ക് തോന്നി? എനിക്കറിയല്ലോ, നിങ്ങളപ്പോ ഞാനും ഉണ്ടായിരുന്നല്ലോ ഒരു കാലത്ത്. ഞാൻ ഇവരപ്പുണ്ടായിരുന്നു. ഷെയ്ഖുനാന്റെ ആ തലാക്ക് വിവാദത്തിലാണ് ഞാൻ ഇവരെ തലാക്കില്ലത്. തലാക്ക് വിവാദം ഉണ്ടായല്ലോ, വളവരും തലാക്ക്.
മുസ്തഫാന്റെ തലാക്കുണ്ടായില്ല, ഒരു വളവരും തലാക്കാനും തലാക്ക്. ആ തലാക്കുണ്ടായ സമയത്ത് ഞാനന്ന് പുത്തമ്പള്ളി അഷ്റഫിയിൽ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ അന്ന് ഈ വിശദീകരണത്തിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന് പേരോടത്രമ സക്കാഫിയാണ്. പേരോട് എന്നിട്ട് പറഞ്ഞു അന്തി താലിക്കുൻ എന്ന് പറഞ്ഞാൽ തലാക്ക് സംഭവിക്കൂലേ? സംഭവിക്കും. സമസ്തക്കാരെ എന്താ? ഫായിലില്ലെങ്കിൽ തലാക്ക് സംഭവിക്കൂല. അപ്പൊ അന്തി താലിക്കുൻ എന്നിടത്ത് എവിടെയാ ഫായില്? ഞങ്ങളൊക്കെ അല്ലാഹു അക്ബർ ആവേശത്തക്ബീർ ചൊല്ലി. ഞമ്മക്കറിയില്ലോ ഇത് പൊട്ടത്തരാണെന്നല്ലോ, അറിയില്ലല്ലോ. പിറ്റേ ദിവസം നാട്ടികസ്ഥ വന്നു. നാട്ടികസ്ഥ പറഞ്ഞ മൂല്യരെ ഫായിൽ വേണം പറഞ്ഞത് ഫീലിയ ജുംലയിലാണ്. ഫീലിയ ജുംലയിലേ ഫായിൽ ഉണ്ടാവുള്ളൂ. അന്തി താലിക്ക് എന്ന് പറഞ്ഞാൽ അന്തി എന്നുള്ള മുബത്തതയാണ്, താലിക്ക് എന്നുള്ള ഖബറാണ്. മുബത്തി ഖബറും കൂടി കഴിഞ്ഞാൽ ഇസ്മിയ ജുംലയാണ്. ഇസ്മിയ ജുംലയിൽ ഫായിൽ ഉണ്ടാവില്ലല്ലോ. ഇത് പറഞ്ഞു തരാൻ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ നാട്ടിക തന്നെ മൂസ തന്നെ വരേണ്ടി വന്നല്ലോ. അപ്പോഴാ നമ്മളങ്ങനെ ചപ്പി മുഖം താത്തി പഠിച്ചോനെ, മറ്റാൾ ഇന്നലെ വെറുതെ പറ്റിച്ചാലോ നമ്മളെ. അതോടെ നമ്മൾ ഒരു തലാക്കില്ല. ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദിന് അന്ന് ഇവർ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആ വേദിയിൽ, ഇവരുടെ വേദിയിൽ വേറൊരാൾ പ്രസംഗിച്ചു. അദ്ദേഹം ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വാക്ക് എന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഞാനന്ന് അവരൊപ്പം കൂടിയിരുന്നെങ്കിലും ഒരു വാക്ക് പോലും നമ്മുടെ ആലിമീനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ സയ്യിദന്മാരെ കുറിച്ച് ഞാൻ ആകെ കൂടാൻ കാരണം സുന്നത്ത് ജമാഅത്ത് അവിടെ നിന്ന് മനസ്സിലാക്കി കൂടിയതാണ്. ഇവരെല്ലാം സുന്നിങ്ങനെ കയറിയിട്ട് സ്റ്റേജിൽ സുന്നത്ത് ജമാഅത്തുകാരനെ കരയല്ലേ. അപ്പൊ ചെറുപ്പം മുതൽ എനിക്ക് സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കാൻ പറയാൻ ഭയങ്കര താല്പര്യമുള്ള വിഷയം, ദർസിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. അപ്പൊ അത് കേട്ടിട്ട് കൂടി വെക്കിയതാണ്. പക്ഷെ അന്ന് ഒരു സഹോദരൻ അയാൾ പ്രസംഗിച്ചത് വ്യഭിചാരത്തിന് ഫത്വ കൊടുത്ത ആളാണ് ചെറുശ്ശേരി സയ്യിദ് മുസ്ലിയാർ. അതുകൊണ്ട് സൈനുൽ ഉലമ എന്നല്ല പറയേണ്ടത്, സിനുൽ ഉലമ എന്നാണ് പറയേണ്ടത്. എത്ര ഗുരുതരമായ വാക്കുകളൊക്കെയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ഇപ്പൊ പറയാ ചെറുശ്ശേരി ഉസ്താദ് വലിയ മഹാനാണ്. ഒരാൾ പ്രസംഗിച്ചെന്താ, ഞാൻ ചെറുശ്ശേരി ഉസ്താദിന്റെ ശിഷ്യനാണ്. ഉസ്താദ് എപ്പോഴും പറയാറുണ്ട് എ പി ഉസ്താദ് കാര്യപ്പെട്ട മഹാനാണ്, എനിക്ക് എ പിനോട് താല്പര്യം, പിന്നെ കുടുംബപരമായ ചില പ്രശ്നം കൊണ്ട് ഞാൻ സമസ്തിന്ന് പോരാതെ ഇവിടെ നിൽക്കാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കല്ല് വെച്ച് കളവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത് ഒരു മനുഷ്യർക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ നമ്മുടെ കിടിഞ്ഞുപോയ ഓരോ ആലിമീങ്ങളും ഓരോ സാദാത്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അവരൊക്കെ ഉഹ്റവിയായ ഒരു പണ്ഡിതിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നു. ആ പണ്ഡിതന്മാരെ കുറിച്ചാണ് ഇവരെന്താ പറഞ്ഞത്? സമസ്ത പിളർത്തി പോകുന്ന സമയത്ത് ഇവർ പറഞ്ഞ വാക്കെന്താ? ആലിമീങ്ങളെ കുറിച്ച് ഇവർ പറഞ്ഞ വാക്കെന്താ? അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരൊക്കെ പൊട്ടന്മാർ എന്നല്ലേ ഉപയോഗിച്ചത്. ഇവരെന്താ പറഞ്ഞത്? ഇവരിറങ്ങിപ്പോകുമ്പോൾ കേവലം 6 ആളുകളാണ് ഇവർക്ക് വേണ്ടി പിന്നീട് ഒത്താശ പാടാനുണ്ടായത്. ബാക്കി 34 ആളുകളും, സമസ്തയിൽ 34 ആളുകളും ഈ ഭാഗത്ത് ഉറച്ചു നിന്നപ്പോ ഇവരെന്താന്ന് പ്രസംഗിച്ചത്? ഒരു നാട്ടിൽ 100 ആളുകൾ ഉണ്ടായി, 98 പേരും പൊട്ടന്മാരാണെങ്കിൽ 2 പേര് ഹക്കിന്റെ ആൾക്കാരുണ്ടെങ്കിൽ ആ 2 പേരെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്? 98 പേരും പൊട്ടന്മാർ. ആരാ പൊട്ടന്മാർ? കണ്ണിയത്ത് ഉസ്താദ് സുബ്ഹാനല്ലാഹ്, ചെറുശ്ശേരി ഉസ്താദ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കിങ്ങള്, അന്നത്തെ പണ്ഡിതന്മാരാക്കി കണ്ണിയത്ത് ഉസ്താദ് ഒന്ന്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലെ തന്നെ ശംസുൽ ഉലമ, ഈ ഇറങ്ങിപ്പോയ വ്യക്തിയുടെ ജീവാത്മാവും പരമാത്മാവായ വ്യക്തിയുടെ ഉസ്താദായ കെ അസ്റത്ത്. ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ എത്ര നല്ല മഹാന്മാരാണ് അക്കാലത്തുള്ളവർ. ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച് ഇവരെ കൂട്ടത്തിലൊരു വിദ്വാൻ പ്രസംഗിച്ചെന്താ അറിയോ? ഭൂരിപക്ഷം അവർക്കുണ്ട്, ചിലർക്ക് മറ്റുള്ള പൊട്ടന്മാരാണെങ്കിൽ കേൾക്കും. നിങ്ങൾ പറയുന്നത് കേൾക്കും. 98 പൊട്ടന്മാർ, 2 ബുദ്ധിമാന്മാർ. അപ്പൊ ഭൂരിപക്ഷം ഈ പൊട്ടന്മാർക്കാണ്. ഈ പൊട്ടന്മാരായ 98-ന് 2 ബുദ്ധിമാന്മാരും അറിവുള്ളവരും ചരിത്രം പഠിച്ചവരും ദീൻ പഠിച്ചവരുമായ 2 ആളുകൾക്ക് വില കൽപ്പിക്കാതെ ഈ 98 പൊട്ടന്മാരെ ഭൂരിപക്ഷമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പണ്ഡിത സഭ പോവുകയാണെങ്കിൽ ഈ പണ്ഡിത സഭയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്നതിന് ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് താജുൽ ഉലമ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. കണ്ടോ എന്താ പറഞ്ഞത്? 98 പൊട്ടന്മാർ. എന്നിട്ട് ഇവിടെ വന്നൊരു മൗലവി പ്രസംഗിച്ചെന്താ അറിയോ? ഞങ്ങൾ ആരും ഒന്നും പറയാറില്ല, ഒരു ആലിമിനെ ഞങ്ങൾ ചീത്ത പറയാറില്ല. എന്നിട്ട് പറയാണേ, ഞാൻ ഇന്നവർക്ക് ഒരാളിൽ തെറി പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രസംഗിച്ചതാണ്. കഴിയുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കളവ് പറയാൻ. എങ്ങനെ ഇതൊക്കെ സാധിക്കുക? ഞാൻ പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെ പറയും? കാരണം പഴയ കാലല്ലോ, എല്ലാം റെക്കോർഡാക്കപ്പെടുന്ന കാലഘട്ടമല്ലേ. പണ്ടൊക്കെ റക്കീബ് അത്തിഥയെ രേഖപ്പെടുത്തുന്നതല്ലേ പറഞ്ഞുള്ളൂ. ഇന്ന് അങ്ങനെയല്ല, ഒക്കെ ക്ലിപ്പാ.
ഒക്കെ രേഖപ്പെടുത്തപ്പെട്ടില്ലേ? ഇവിടെ എന്തൊരു മൗലവി പ്രസംഗിച്ചോട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഓഡിയോ പ്രസംഗം ഇവരെ എനിക്കിവിടുന്ന് ഓഡിയോ ആണ് അയച്ചത്. ആ ഓഡിയോ പ്രസംഗം വന്ന ആളുടെ ഫോട്ടോ ആളെ മനസ്സിലാക്കാൻ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇങ്ങനെ മുൻഗാമികളെ ഓർക്കുക എന്നത് മതത്തിന്റെ ഒരു ഭാഗമാണ്. ഇസ്ലാം ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആദരവിന്റെയും മതമാണ്. ഇസ്ലാമിൽ ഒരിക്കലും തെറി പറയുക, ചീത്ത പറയുക അങ്ങനൊരു സംഗതിയെ ഇസ്ലാമിലില്ല. അങ്ങനെ പറയുന്നതെല്ലാം ഇസ്ലാമിനുമായി എന്തെങ്കിലും ഇസ്ലാമിനോട് അനുഭവമുള്ള ആൾക്കാർക്ക് അത് പറയാൻ കഴിയും. ചീത്ത പറയാന്നുള്ള ഇസ്ലാമോട്ടൊരു ബന്ധമില്ലാത്ത, ഇസ്ലാമിനോട് യാതൊരു യോജിപ്പില്ലാത്ത ആളുകളെ ചീത്ത പറയുള്ളൂ, തെറി പറയുള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരെന്താ മനസ്സിലാക്കുക? ഇയാള് സുബ്ഹാനല്ലാഹ് ഭയങ്കര കാര്യപ്പെട്ട ആളാണ്, ഒരാളെ ഒന്നും പറയാത്ത ആള്. എന്നിട്ട് ഞാൻ അയാളെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ എത്തോട്ടും പ്രസംഗിച്ചിട്ടുണ്ട്, പലവട്ടോടെ വന്നിട്ടില്ലേ. അപ്പൊ ഞാൻ എന്തെങ്കിലും ആരും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരാളും തെറി പറയാറില്ല, അതൊന്നും എനിക്കറിയില്ല, തെറി പറയാനൊന്നും അറിയില്ല. ആർക്ക്? സുബ്ഹാന ജല്ലാൽ. ഞാനൊക്കെ ദർസിൽ പഠിക്കുന്ന കാലത്ത് കാര്യമായിട്ട് കേട്ടു വളർന്ന ഈ സാധനങ്ങളല്ലേ, അറിയില്ലേ നമുക്ക് ഇവരെ നന്നായിട്ട്? ആര്? വടശ്ശേരി അസൻ മുസ്ലിയാർ. ഞാൻ പേര് പറയുന്നത് അയാളെ കുറ്റപ്പെടുത്താനല്ല, ആളെ മനസ്സിലാക്കാനാ. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തലോ വ്യക്തിഹത്യ നടത്തലല്ല, ആളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഇവിടെ ഒന്ന് പ്രസംഗിച്ചതാണ്, തെറി പറയാറേ ഇല്ല. കേൾക്കുന്നുണ്ട് ആൾക്കാരുടെ യാത്രയിലാണ് ഇവിടെ നേതാക്കന്മാർക്ക് പ്രസംഗിക്കാൻ എന്തെങ്കിലും ആളുകൾ ഞങ്ങളൊക്കെ എത്ര കാലങ്ങൾ അനുഭവിച്ചു. ഞാൻ ഇവിടെ എത്ര വട്ടം പൊളിഞ്ഞു വന്നിച്ചു. ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഞാൻ ഇവിടെ എത്തോട്ടം പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും ഒരു വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടോ? ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? നമുക്കുണ്ടോ ഇല്ലോ നോക്കാം. അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അയാൾ ഉണ്ടോന്ന് ചോദിച്ചത്, നമുക്ക് ഉണ്ടോ ഇല്ലോ നോക്കിക്ക. അത് നമ്മൾ ചെയ്യണ്ടേ? അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അയാൾ ഉണ്ടോന്ന് ആള് ചോദിച്ചത്. അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ട് അറിയാം, ഇല്ലെങ്കിൽ ഇല്ല അറിയാം. നിങ്ങൾക്കറിയുമോ മഹാനായ റഈസുൽ ഉലമാ കാളമ്പാട് ഉസ്താദ്, എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കാളമ്പാട് ഉസ്താദിനെ നിയമിക്കപ്പെട്ട സമയത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വെച്ചുകൊണ്ട് ഇവർ യോഗം ചേർന്നപ്പോ ആ യോഗത്തിൽ കാളമ്പാട് ഉസ്താദിനെ കുറിച്ച് ഈ വ്യക്തി പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ചേളാരി കമ്പനിക്ക്, മോരി കമ്പനിക്ക് കാള പ്രസിഡന്റ് ആയിരിക്കുന്നു. ആരാ കാളമ്പാട് ഉസ്താദ്? എത്ര ഭവ്യതയോടുകൂടെ, ഭക്തിയോടുകൂടെ, പടച്ചവനെ പേടിയോടുകൂടെ ജീവിക്കുന്നൊരു പണ്ഡിതനാണ്. സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുമ്പോ 2 പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു എന്നുള്ള വിവരം കാളമ്പാട് ഉസ്താദിനോട് എന്ന് പറയുമ്പോ 2 പ്രിയപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ പോലും സഹീഹുൽ ബുഖാരി നടച്ചു വെക്കാതെ കുട്ടികൾക്ക് ദർസ് ഓതിക്കൊടുത്ത, കിതാബ് ഓതിക്കൊടുത്ത മഹാനായ കാളമ്പാട് ഉസ്താദ് ആ മഹാനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കെന്താ? മോരി കമ്പനിക്ക് കാള പ്രസിഡന്റായി. ഇത് പറയുമ്പോ നേതാക്കന്മാർ വേദിയിൽ നിന്ന് ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരാണോ ഇപ്പോൾ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്? ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ആ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കൽ ഇവിടുത്തെ SKSFന്റെ ബാധ്യതയല്ലേ? ഇവിടുത്തെ പ്രവർത്തകന്മാരുടെ ബാധ്യതയല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മളെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ നിർബന്ധിതരായത്. എന്താണ് കോയക്കുട്ടിസ്ഥാനെ പോലെ ഇവിടുന്ന് പറയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ലേ? പറയട്ടെ. മൂരി എന്നതിന്റെ വേറെയും മലയാളത്തിൽ പദങ്ങളുണ്ട്. അതേ പദം തലപ്പത്തുള്ള ആള് പ്രസിഡന്റ് ആക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂരീസം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കിയതുണ്ട്. മൂരി എന്നതിന് നമ്മളെ കുറിച്ച് പറയാം മൂരികള്. മൂരി എന്നതിന് വേറെ വാക്കുകൂടി മലയാളത്തിലുണ്ട്, കാള. ആ വാക്കുള്ള ആള് പ്രസിഡന്റിലൂടെ ഇവരുടെ മൂരിസം പൂർത്തിയായി. അപ്പൊ ഉസ്താമാരെങ്ങനെ ചിരിക്കുക? ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ആരെയും പറയണത് നമ്മളൊക്കെ എന്താ വെച്ചാൽ പറഞ്ഞോട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല. സാധുക്കളായ ഞങ്ങളെ പോലത്തെ ദേശങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ കാളമ്പാട് സ്ഥാനെ കുറിച്ച് പറയുമ്പോ മനസ്സ് പൊട്ടൂലേ മുസ്ലിമീങ്ങളെ? മനസ്സ് വേദനിക്കൂലേ മുഅ്മിനീങ്ങളെ? പറയട്ടെ. കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. അമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായിരിക്കില്ല. കണ്ടോ, കാളപൂട്ട് എന്ന് പറയാറുള്ളത്. കാളമ്പാട് പ്രസിഡന്റ് ആയതോടുകൂടെ കാളപൂട്ട് ഇപ്പൊ പൂർണ്ണമായി. കാളമ്പാട് ഉസ്താദിനെ ആരോടായി തുല്യപ്പെടുത്തുന്നത്? ഇത് ശരിയാണോ ചെറുപ്പക്കാരാ? ഇത് ശരിയാണോ ഉപ്പമാരെ? ഇത് ശരിയാണോ ഉമ്മമാരെ? അറിയാതെ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തിരുത്തണ്ടേ നമ്മൾ?
നമ്മുടെ അങ്ങനെയുള്ള മഹത്തുക്കളായ ആലിമ്യങ്ങളെ ആക്ഷേപിക്കുമ്പോൾ തിരുത്തി കൊടുക്കണ്ടേ നമ്മൾ? കഴിഞ്ഞില്ല. എന്നിട്ട് ഇപ്പൊ നാട് നീളപ്പൊരു തന്ത്രം ഉപയോഗിച്ചെന്തറിയോ? ഇതൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് പറഞ്ഞത് അറിയോ? ഞങ്ങൾ എവിടെയും തെറി പറയാറില്ല, ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാറില്ല. അത് മലപ്പുറത്ത് തുടങ്ങിയത്. മലപ്പുറത്ത് സാക്ഷാൽ ഇവിടെ നേതാവ് തുടങ്ങി വെച്ചതാണ്. നമ്മൾ ആരെയും തെറി പറയാറില്ല, നമ്മളൊന്നും പറയാറില്ല. നമ്മുടെ ആലിമ്യങ്ങളോ സാദാത്യങ്ങളോ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവരങ്ങനെ അവിടെ തുടങ്ങി വെച്ചു. നിങ്ങൾ കേട്ടോളൂ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടോളൂ. അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം ഓരോരുത്തരും ഇങ്ങനെ ശുദ്ധ മലയാളത്തിൽ നമ്മുടെ ആലിമ്യങ്ങളെ പറയുന്നത് കേൾക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പൂതിൻ്റെ ഇട്ടൊന്നുമല്ല. ഞാൻ ഇന്നിവിടെ പ്രസംഗിച്ചല്ലോ, ഞാൻ ഇങ്ങനത്തൊന്നും വന്നിട്ടിട്ടില്ല. ഇന്നിടാൻ നിർബന്ധിതമായിട്ടുണ്ട്. മനസ്സിന്റെ വേദന കൊണ്ട്. കാരണം കോയക്കുട്ടിസ്ഥാനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്, കോയക്കുട്ടിസ്ഥാനെ കുറിച്ച് പറഞ്ഞു, ഷംസുലമയെ കുറിച്ച് ഇവിടെ പറഞ്ഞെന്താ? ഷംസുലമക്ക് പ്രായമേറിയപ്പോൾ ഷംസുലമക്ക് സുന്നത്തെ മാറ്റത്തിന്റെ സ്പിരിറ്റ് പോയി ഇവിടുന്ന് പ്രസംഗിച്ചതാ. ഷംസുലമക്ക് മരിക്കുന്ന സമയം വരെ അല്പം പോലും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിച്ചു പോയ ആ മഹാപണ്ഡിതനെ കുറിച്ച് അങ്ങനെ പറയുമ്പോ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സ് പൊട്ടും, മനസ്സ് വേദനിക്കും. അവർ മറുപടി പറയാൻ നിർബന്ധിതരാകും. കേട്ടോളൂ നിങ്ങൾ. അയാളിങ്ങനെ പറയാം, ഞങ്ങൾ നേരൊക്കെ തെറി പറഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു കഴിയുമ്പോഴേക്ക് അനുയായികൾ ഇങ്ങനെ ഓരോരുത്തർ കേട്ടോളൂ, ഉള്ളാളം തങ്ങൾ മുതൽ ഓരോരുത്തരും പറയുന്ന വാക്കുകൾ കേട്ടോളൂ. ഞാൻ കുറച്ചേരം ഇരിക്കാൻ, എനിക്ക് നല്ല പനി ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചേരം ഇരുന്ന് കേട്ടാൽ മതി, എനിക്കില്ല പണിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കറിയാത്തത് ഒന്നുണ്ട്, നിങ്ങളെപ്പോലെ ചീത്ത പറയാൻ ഞങ്ങൾക്കറിയില്ല. മാപ്പന്റെ വേണ്ട സ്കൂള്, നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള്. ഇതാരാ പറഞ്ഞത്? ഇത് ആ വിഭാഗത്തിന്റെ പ്രസിഡന്റിന്റെ വാക്കാണ്. ആരെ കൂടെ പറഞ്ഞോ? നാലകത്ത് സൂപ്പിയോട് ചോദിച്ചാണ്. നാലകത്ത് സൂപ്പി അവർക്കെതിരെ സ്കൂൾ കൊടുത്തില്ല, വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ. അപ്പൊ ചോദിക്കാണ്, ആ ചോദിച്ച വാക്കൊന്നും എനിക്ക് പറയാൻ ഉദ്ധരിക്കാൻ മടിയുള്ള വാക്കുകൾ. ആള് പറയട്ടെ. നിങ്ങളെപ്പോലെ ചീത്ത പറയാൻ ഞങ്ങൾക്കറിയില്ല. മുജാഹിദിനെ വറയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വറയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ. നിങ്ങളെപ്പോലെ ചീത്ത പറയാൻ ഞങ്ങൾക്കറിയില്ല. ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആര് പോകോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാടോ ആര് പോകോ? അറിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, നിങ്ങളങ്ങനെ പറയരുത്, നിങ്ങളങ്ങനെ പറയരുത് എന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. പറയാൻ അറിയുന്നവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പോഴും ഓർമ്മ വരും, നമ്മൾ കുറെ പറഞ്ഞു വെച്ചുക്കണോന്ന്. ഇവര് പറയാണ്, പറയാൻ അറിയണവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്, പക്ഷെ ഞങ്ങളങ്ങനെ പറയില്ല. പറയട്ടെ. പക്ഷെ നമ്മൾ അനുവദിക്കൂല. കാളവൃസം ഉണ്ടാകാൻ തന്നെ ഒരു യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്. മൂരിക്കമ്പനിക്ക് കാളവൃസം ഉണ്ടാകാൻ തന്നെ ഒരു യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്. മൂരിക്കമ്പനിക്ക് കാളവൃസം ഉണ്ടാകാൻ തന്നെ ഒരു യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്. മൂടി എന്നതിന് വേറെയും മലയാളത്തിൽ പദങ്ങളുണ്ട്. അതേ പദം തലപ്പത്തുള്ള ആള് പ്രസിഡന്റ് ആക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂലീസം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കിയതുണ്ട്. കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. അമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായിരിക്കില്ല. കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. അമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായിരിക്കില്ല. എന്നൊക്കെ ആയത്തോതിയിട്ട് ചിലപ്പോ ആരെങ്കിലൊക്കെ ഉണ്ടായിക്കോടാ. കണ്ടോ എന്താണത്? ജസാഉ സയ്യത്തിൻ സയ്യത്തിൻ ബിമിസ്ലിഹ എന്ന ആയത്തോതിയിട്ട് എന്ത് തെറ്റിനെ തെറ്റുകൊണ്ട് പ്രതികരിക്കണമെന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ കൂടുതൽ ചിലർക്ക് തെറി പറഞ്ഞുകൂടാ. ഇല്ല, അയാൾക്ക് പിന്നെ ഓർമ്മ വരുന്നത്. കാരണം അയാൾ ഇരിക്കുമ്പോഴുള്ള മറ്റു പറഞ്ഞത്. പറയട്ടെ, ഇനി കേട്ടോളൂ, ഓരോരുത്തർ പറഞ്ഞോട്ടെ. പക്ഷെ ഞങ്ങളങ്ങനെ ആ ഭാഗത്തല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഖ്റബുൻ നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ. മനുഷ്യന്മാരിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ അഹ്സനുഹും അഖ്ലാഖൻ, സൽസ്വഭാവമുള്ളവരാണ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, ചീത്ത പറയാത്തവരാണ്, തെറി പറയാത്തവരാണ്, കളവ് പറയാത്തവരാണ്, മനുഷ്യനെ മനുഷ്യനായി കാണുന്നവരാണ്. അതാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച തത്വം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചീത്ത പറയില്ല. ഇത് മാത്രം വ്യത്യാസം. ഇവിടെ ഈ കവാടം തകർത്ത് ഈ അതാരാ നമ്മുടെ മറ്റേ ഞാൻ പറയണ്ടല്ലേ, നിങ്ങൾക്ക് എല്ലാവരും കാണുമ്പോ സ്വപ്നം മറിച്ചിട്ടുണ്ടെ ഞാൻ എന്താ ചെയ്യാറത്. പോട്ടെ, അയാളെ സാധിപ്പോ ഒന്നും വല്ലാതെ കാണലില്ല കേട്ടോ.
നീ കാണലില്ല, കാണുന്നുണ്ട്, പറയാറില്ല. പറയട്ടെ. അയാളെ നാട്ടില് ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ട് ആരോ ഫ്ലെക്സ് ബോർഡ് തകർത്തുത്രേ. അതിനെതിരെ അയാൾ പ്രതികരിക്കുന്ന ശൈലി കിട്ടുള്ളൂ. നീ എന്തേ മനസ്സിലാക്കിയത്? ആരോട്? ഫ്ലെക്സ് ബോർഡ് തകർത്തോട് പറഞ്ഞ വാക്ക് കേട്ടില്ല നിങ്ങള്? നല്ല വാക്ക്, അത്ര പറയില്ല. ഹലാലിൽ ജനിച്ചവനാണെങ്കിൽ, ഒരു ഹലാലായ നിക്കാഹിൽ നീ ജനിച്ചവനാണെങ്കിൽ നീ അത് ചെയ്യുകയില്ല, നിനക്ക് തന്തയില്ല എന്നതാണ് സത്യം. ശുദ്ധ മലയാളം. മൂലൊരു തലയെ കിട്ടും കെട്ടി നല്ല വാക്ക്. ഇയാൾ എന്നിട്ട് ഇവിടെ പറഞ്ഞെന്താ? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് ഇടിപ്പിച്ചതല്ലേ നിങ്ങള്? ഇതൊന്നും ഞാൻ അന്നോടെ പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്തേ പറഞ്ഞത്? കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ളവർ, ചെർഷീൽ ഉസ്താദിനെ പോലെയുള്ളവർ, കണ്ണീത്ത് ഉസ്താദിനെ പോലെയുള്ളവർ, ഷംസുൽ പോലുള്ളവർ മഹാന്മാരാണ്. അവരുടെ മാർഗത്തിൽ നിങ്ങൾ നിൽക്കണം എന്നല്ല അന്ന് പ്രസംഗിച്ചിട്ടുള്ളൂടെ. അതിന് എന്തൊക്കെ ഇവിടെ പറഞ്ഞത്? റിഫായി ഷെയ്ഖിന്റെ പേരിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടില്ല. ആ തെറിയൊക്കെ പറഞ്ഞവിടെ എനിക്ക് എന്റെ മനസ്സ് വേദനിച്ച്. ഞാനത് കേട്ടപ്പോ കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞപ്പോ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പോയി നോക്കി നിങ്ങൾ. ആ ഉസ്താദ് കടക്കുന്നത്, ആ കടത്തറിൽ കിടന്ന് ചെല്ലുന്ന ദിക്റുകളൊക്കെ ഖുർആനോദിരിക്കല്ലേ കോയക്കുട്ടി ഉസ്താദ്. ആ മഹാനക്കട വേദനിപ്പിക്കുമ്പോ നിങ്ങൾക്കറിയില്ല. ഞാൻ പറയണ്ടല്ലോ, കോയക്കുട്ടി ഉസ്താദ് നിങ്ങളുടെ നാട്ടിൽ ജോലി ചെയ്താളല്ലേ? അല്ലേ സാറേ, ഇവിടെ ജോലി ചെയ്തല്ലേ? നിങ്ങൾക്കറിയില്ലേ കോയക്കുട്ടി ഉസ്താദിനെ? ഞാൻ പരിചയപ്പെടുത്താം. എന്നേക്കാളും നിങ്ങൾക്കറിയില്ലേ ആ മഹാന്റെ ജീവിതം? നിങ്ങൾക്കറിയില്ലേ ആ മഹാനെ കുറിച്ചുകൂടെ പറഞ്ഞ വാക്കെന്താ? വിഷമല്ലേ നമുക്കിതിൽ? മനസ്സിന് പ്രയാസല്ലേ? എന്തും പറയാന്നാ? എന്നിട്ട് എന്ത് പറഞ്ഞു പോയാലും അവർ പറഞ്ഞോട്ടെ, നമ്മളൊന്നും പറയണ്ടെന്നോ? നിങ്ങൾക്ക് ദീനോട് താല്പര്യമില്ലേ? ആലിമീങ്ങളോട് താല്പര്യമില്ലേ? നമ്മുടെ മനസ്സ് വേദനിക്കും എപ്പോഴുമൊന്നും. അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം ഒരാളെ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്ഷപ്പെടും വേണം. അത് ഈമാന്റെ അടയാളമാണ്. അത് ഈമാന്റെ അടയാളമാണ്. എന്താണ് പറഞ്ഞ വാക്കൊക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടോ നിങ്ങൾ? അത് ലൈവായിട്ട് ഇവിടെ ഉപരി പറയാണ്. ഈ ലൈവായിട്ട് ലോകത്തെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ വേറൊന്നും പറയണില്ല, ഞാൻ നിർത്തണം, അനാവശ്യമൊന്നും പറയണില്ല. അപ്പൊ ഈ പറഞ്ഞ മുമ്പർക്ക് അപ്പൊ അതാണ് മറ്റാൾ പറഞ്ഞു ഞങ്ങൾ അനാവശ്യം പറയാറില്ലെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഓരോ ഡിക്ഷണറി പ്രകാരം എന്തല്ല, അനാവശ്യമല്ല. കേട്ടോളൂ. എടാ, ഇരുട്ടത്ത് എന്തൊക്കെ ചെയ്യാനാവും? ഇരുട്ടത്ത് എന്തൊക്കെ ചെയ്യാനാവും? ഈ മൈക്കിലൂടെ പറയുമ്പോഴും ഇത് ലോകത്തൊക്കെ കേൾക്കുന്നതിന് പേടിച്ചിട്ട് ഞാനിപ്പോ പറയുന്നില്ല. കണ്ടോ, ഇതെല്ലാവരും കേൾക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. അപ്പൊ പറഞ്ഞു മുമ്പർക്ക് ഓർമ്മല്ല. ഇവരാണോ നമ്മൾ അനുകരിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സസഫുകാരാ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യവുമില്ല. നിങ്ങൾ പാപങ്ങളാണ്, അറിയാതെ പെട്ടോ. ഇവിടെ എന്തൊക്കെ കളവ് പറഞ്ഞറിയോ? ഇവിടെ പറഞ്ഞ ഒരു വിഷയം എന്താ അറിയോ? സമസ്തക്ക് മദ്രസകളൊന്നുമില്ല. ഇവരുണ്ടായിരുന്നപ്പോ ഇവരൊക്കെ പാടെ കൂടി കുറച്ച് മദ്രസ ഉണ്ടായി. ഇവര് പോകുന്ന ഒരു നമുക്ക് എവിടെ മദ്രസാന്ന്? പടച്ചറബേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങള് ഇവരൊപ്പം ഉണ്ടാവുന്നിടത്ത് ഇവരൊപ്പം കൂടി നമുക്ക് കുറച്ച് മദ്രസ അന്നുണ്ടായി. ഇവര് പോകുന്ന ക്ഷമ മദ്രസല്ല. മദ്രസയെ കുറിച്ച് പഠിക്കണ്ട നിങ്ങള്. 1952 മദ്രസക്ക് അംഗീകാരം കൊടുക്കുമ്പോ, ഓഗസ്റ്റ് 26 തീയതി അംഗീകാരം കൊടുക്കുമ്പോ അന്ന് മദ്രസ 10 മദ്രസയാണുള്ളത്. 1956 149 മദ്രസയായി. 86 5449 മദ്രസയായെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ 1990 ആയപ്പോൾ 6440 മദ്രസയായി. ഇവര് പിരിഞ്ഞു പോകുന്നത് 1989. ഇനി ശ്രദ്ധിക്കുക, ഇവര് പോയതിന് ശേഷം 2015 കഴിഞ്ഞ് ഇപ്പോ 2016 ഇപ്പൊ നമുക്ക് എത്ര മദ്രസയുണ്ട്? ഇപ്പൊ നമുക്ക് 9595 മദ്രസ. നിങ്ങൾ അറിയണം, ഇവര് പോകണ കാലത്ത് മദ്രസ 6000 പരമുള്ളൂ. 6000 പരം എന്ന് പറഞ്ഞാൽ വേണ്ട സ്ഥലത്തൊക്കെ മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മദ്രസ ഉണ്ടാക്കിയിട്ട് പിന്നെ ഉണ്ടാക്കൂലല്ലോ, പിന്നുള്ള സ്ഥലത്തിൽ ഉണ്ടാക്കുള്ളൂ. എന്നിട്ടും നമ്മൾ ഇവര് പോയതിന്റെ ശേഷം നമ്മൾ മദ്രസ ഉണ്ടാക്കി ഇപ്പോൾ 9595 മദ്രസ. എന്നാ പേരെന്ന് പറയട്ടെ, നമ്മൾ ഒന്നാമത്തെ മദ്രസ ഇന്നതാണ്, നമ്മൾ എണ്ണി കാണിച്ചു കൊടുക്കാം. 9595 ഇന്നതാണ് ചുരുക്കം. ഇവിടെ നിന്ന് എണ്ണട്ടെന്നാ. ഇവിടെ പറഞ്ഞാൽ 10,000-ലേറെ മദ്രസ ഉണ്ട്. ഓ, അതെവിടെയാണാവോ? അതെവിടെയാണ്? എന്താ പറച്ചലറിയോ? ഇവിടെ പറഞ്ഞല്ലേ, ഇന്ത്യൻ മുസൽമാന്റെ 15 കോടി ഇന്ത്യൻ മുസൽമാന്റെ ചങ്കിലെ ചോരയാണ് ഉസ്താദ്. ചങ്കിലെ ചോര. അതിന് ഞങ്ങളുടെ വെട്ടിക്കളി ആ 15 കോടിന്ന്. പണ്ട് ഒരു അനൗൺസ്മെന്റ് വളാഞ്ചേരി അങ്ങാടി കൂടി ഇങ്ങനെ പോകത്തില്ല. അപ്പൊ ഒരാളൊക്കെ ഇതേ അനൗൺസ്മെന്റ് ചെയ്യുന്നത്, ഒരു പള്ളിയിൽ കാണത്തിന് മറ്റാൾ വരുന്നുണ്ട് അനൗൺസ്മെന്റ് ചെയ്യാൻ.
ഇന്ത്യൻ മുസൽമാന്റെ 15 കോടി മുസൽമാന്റെ ചെങ്കില ചോരയായ കമറുലുലമ കടന്നു വരുന്നു. ഏതാനും നിമിഷങ്ങൾ കടന്നു വരുന്നു. അപ്പൊ ഒരു ചായക്കടയിൽ ചായ പറഞ്ഞ കാക്കത് ഇങ്ങനെ കേട്ടിട്ട് കൈവിട്ടിട്ട് മനം നിർത്തി. അപ്പം വലിയ പ്രതീക്ഷയിലെ അപ്പം ചായക്കാരിച്ചു അലമാൻ എന്താ ജി പറഞ്ഞു ചോദിച്ചു. ഞാൻ 15 കോടി മുസ്ലിമീങ്ങളെ ചങ്കലച്ചോരായി കാണുന്നത്. എന്നാലേ ആ 15 കോടി നിന്റെ പേരന്റെ ഒട്ടിക്കലട്ടോ പറഞ്ഞു. അല്ലേ മൊത്തം മുസ്ലിമീങ്ങളും പുറണെ ഏറ്റെടുക്ക കണക്ക്. എന്നിട്ട് അതിന്റെ ചങ്കലച്ചോരാക്ക. എവിടെയാണ് ഇപ്പൊ 15,000 വരുന്നത്? നമ്മുടെ മദ്രസ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചോ. വേണമെങ്കിൽ ഒന്ന് ചേളാരി ചെന്നോ. ഒന്നാമത്തെ മദ്രസ ഏതാ? അവിടെ കാണിച്ചു തരും. 2 ഏതാ 3 ഏതാ? 9595 മദ്രസ ഏതാ? ഒന്ന് ചേളാരിൽ ചെല്ലോ, കാണിച്ചു തരും. ഇവരോട് ചോദിച്ചാലോ അത് കുറച്ച് ഗുജറാത്തിൽ കുറച്ചുണ്ട്, അവർ പോയേക്കൂലല്ലോ. പിന്നെ കുറച്ച് കാശ്മീരിലല്ലോ ഭയങ്കര അവിടെയാണ്. ഞങ്ങളെ മദ്രസ ഓരോന്ന് അക്കമിട്ട് കാണിച്ചു. പിന്നെ പറഞ്ഞെന്താ? ഇവിടെ പറഞ്ഞു നമുക്ക് സ്ഥാപനങ്ങളൊന്നുമില്ല, സ്ഥാപനങ്ങളൊക്കെ ഇവരുണ്ടാകുമ്പോൾ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങളതാ. മർക്കസ് ആരുണ്ടാക്കിയത്? ഞങ്ങളുടെ ഒരു സമസ്തക്കാർ പ്രശ്നത്തിന് ചെല്ലാത്തോണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോകാം, അത്രേ ഉള്ളൂ. മർക്കസ് ആരാ തറക്കലിട്ടത്? സയ്യിദിയ അറബി കോളേജ് ആരാണ് തറക്കലിട്ടത്? എന്റെ കയ്യിൽ രേഖ വെച്ചോ സംസാരിക്കുന്നത്. രേഖകൾ ഞാൻ ആ പുസ്തകങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടുവരും. കാസർകോട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടത് മടി കൊണ്ട് കൊണ്ടുവരുന്നത് അതൊക്കെ ഏറ്റി വരണ്ടേ. MA അബ്ദുൽ ഖാദർ മുസ്ലി ഇത്ര കട്ടിയുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലൊക്കെ പറയുന്നുണ്ട് ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് മർക്കസു സഖാഫത്ത് സുന്നിയ ഉണ്ടായത്, സയ്യിദിയ അറബി കോളേജ് ഉണ്ടായത്. ഇന്നും നിങ്ങൾ ചൊല്ലു സയ്യിദിയ അറബി കോളേജിന്റെ ശിലാഫലകത്ത് മുൽക്കാണ് കണ്ണിയത്ത് അബ്ദുൽ മുസ്ലിയ. ഞങ്ങൾ ദാറുൽ ഹുദന്റെ ശിലാഫലകത്ത് നോക്കണേ അമ്മുണ്ട് AP അബൂബക്കർ മുസ്ലിയാർ. പട്ടിക്കാട് ജാമിഅ അറബി കോളേജിലെയും AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടോ? വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ ചെന്ന് നോക്കണ്ടോ? നിങ്ങൾ പോയിട്ട് എത്ര സ്ഥാപനം ഉണ്ടായിരുന്നു? ഒന്നും വേണ്ട കൂട്ടരെ. ദാറുൽ ഹുദക്ക് എത്ര സഹസ്ഥാപനങ്ങൾ ഉണ്ടായി? വാഫി കോളേജിന് സഹസ്ഥാപനങ്ങൾ ഉണ്ടായി. നിങ്ങൾ ഉണ്ടായിട്ടുണ്ടായതാ? സമസ്തത എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നു കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ. മന്ത്രിമാർ പോലും പറഞ്ഞല്ലേ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ എഞ്ചിനീയറിംഗ് കോളേജാ. നിങ്ങൾ ഉണ്ടാക്കിയതാ? എന്നിട്ട് ഇവിടെ പറ നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്കുണ്ട് നല്ല ആലിമ്യം നടപ്പുണ്ട്, ഞങ്ങളെ സ്വത്തതാ. പക്ഷെ കളവ് പറയരുത്. കളവ് പറയും ഞങ്ങൾക്ക് കൈയോട് പിടിക്കും. ഇവിടെ മൂപ്പരിനെ പറഞ്ഞെന്താ? കളവ് പറയാൻ പാടില്ല, കളവ് പറയൽ ഏറ്റവും വലിയ തെറ്റാണ്. എന്നിട്ടാ മൂപ്പര് പറഞ്ഞതൊക്കെ അതാണ് പറഞ്ഞത്. കേൾക്കും നിങ്ങൾ? കളവ് പറയാൻ പാടില്ല എന്നിട്ട് മൂപ്പര് പറഞ്ഞതോ മുഴുവൻ കളവ് പറയില്ല. ഇത് ഏത് കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളിലെ സമസ്തയുടെ മദ്രസയുടെ എണ്ണവും, സമസ്തയുടെ കീഴിലുള്ള പള്ളികളുടെ എണ്ണവും, സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ എണ്ണവും, സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകളുടെ എണ്ണവും എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇനി ഇവർക്ക് മദ്രസ ഉണ്ട് നോക്കാം. ഇപ്പൊ എനിക്കറിയാം എന്റെ നാട്ടിൽ ഇവർക്ക് മദ്രസ ഉണ്ട്. 6 കുട്ടികളുണ്ട്. 6ാം ക്ലാസ് 2, 1ാം ക്ലാസ്സിൽ 1 കുട്ടി, 2ാം ക്ലാസ്സിൽ 1 കുട്ടി, 3ാം ക്ലാസ്സിൽ 6 കുട്ടികളെ കൊണ്ട് 6ാം ക്ലാസ് നടത്തിയുള്ള അവസ്ഥ ആലോചിക്കുന്നത്. നമ്മളങ്ങനല്ലോ. ഒരു മദ്രസയിൽ 300-400 കുട്ടികളാണ്. അങ്ങനെയാണ് 9,595 മദ്രസകൾ. അന്തസ്സോടെ പറയാം 12 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. തൃശ്ശൂർ വഫാത്താകുമ്പോ അന്ന് രാവിലെ മദ്രസകളിലേക്ക് വിവരം കിട്ടുന്നു. അൽഹംദുലില്ലാഹ്, ആ സ്പോട്ടിൽ മഹാനായ തൃശ്ശൂർ ഉസ്താദിലേക്ക് എത്തുന്നതോ 12 ലക്ഷത്തിലേറെ ഫാത്തിഹയാണ്. ഒരു ദിവസത്തിൽ എന്റെ മുസ്ലിമീങ്ങൾ അറിയണം, റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് 12 ലക്ഷം വിദ്യാർത്ഥികൾ 3 സലാത്ത് വീതം ചെല്ലുമ്പോ 36 ലക്ഷം സലാത്തല്ലേ മുത്തനബിന്റെ പരിശുദ്ധമായ റൗളയിലേക്ക് ഒരു ദിവസം സമസ്ത കേരള ജംഇയ്യത്തുലമ അയക്കുന്നത്. ചില്ലറക്കാരാ സമസ്ത ചെയ്തത്? 36 ലക്ഷം സലാത്ത് ഒരു ദിവസത്തിൽ. ചില മദ്രസയിൽ 10 സലാത്തിലും അതൊന്നും കൂട്ടിയിട്ടില്ല, 3 വെച്ച് കൂട്ടിയിട്ടാ പറഞ്ഞത്. 10 സലാത്തിൽ മദ്രസയിൽ 3 വെച്ചും കൂട്ടിയിട്ടാ പറഞ്ഞത്. 36 ലക്ഷം സലാത്ത് ഒരു ദിവസത്തിൽ സമസ്തന്റെ പേരിൽ ഷെയ്ഖുന ബഹുമാനപ്പെട്ട ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിലേക്ക് എത്തുക. ഇതൊക്കെ നിസ്സാരമായി കണ്ട കാര്യങ്ങളാ? ഇതൊക്കെ ചില്ലറക്കാരായിട്ട് കണ്ടതാ? എന്നിട്ട് ഇവിടെ വന്നിട്ട് കളവ് പറയാ, അതും റിഫായ് ഷെയ്ഖിന്റെ പേരിൽ. അതാ വേദന. അവർ മറുപടി നല്ല പേര് വെക്കട്ടെ. സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞേ മറുപടി ഒന്നും പറയണില്ല. റിഫായ് ഷെയ്ഖും തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞതൊക്കെ നമ്മളെ കേട്ടോളൂ. ഒരു മുസ്ലിമായ മനുഷ്യൻ കളവ് പറയാൻ സാധ്യതയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, അതിന് ഒരു സാധ്യതയുമില്ല.
മുസ്ലിമാണോ അവൻ കള്ളം പറയുകയില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിമാണ് കളവ് പറയില്ല. ഇയാൾ പറഞ്ഞതൊക്കെ കളവാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ആളുകളെ തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരുത്തണ്ടേ? ഇപ്പൊ പുതിയ തട്ടിപ്പ് ഇറങ്ങിക്കും. എന്താ അറിയോ? റസൂലുള്ളാഹിന്റെ ചെരിപ്പ്, ആ ചെരിപ്പ് ഒരു തുണിമ തട്ടിതിരെ ഒരു ടവലുമേ, എന്നിട്ട് ആ ടവലുമ ചെരിപ്പിന്റെ രൂപം ഉണ്ടാക്കിക്ക. എന്നിട്ട് ഇപ്പൊ അതുകൊണ്ട് കച്ചവടം തുടങ്ങിക്കുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റാ. മുടിയും പൊടിയും ചട്ടിയും പാത്രമൊക്കെ പോയി. ഇപ്പൊ ഒരു തുണിമേ അവന് സണത് ചോദിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, അതിന് സണതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്താ? ചെരുപ്പൊന്നും അത് പറയണില്ല. പിന്നെന്താ? ഇത് ചെരുപ്പ് തട്ടിയ സ്ഥലത്ത് ചെരുപ്പിന്റെ രൂപത്തിൽ വരച്ചുണ്ടാക്കിയതാണ്. അല്ലാ, അതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്ന കേട്ടോ നിങ്ങള്. മഹത്തായ നഅലെ മുബാറക്ക് മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് വരുന്ന സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറ മുബാറക്ക് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ദുബൈ ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഡോക്ടർ ഹസൻ ഹസറജി കാന്തപുരം ഉസ്താദിനെ കൈമാറുന്ന സദസ്സിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട മുഫ്തി വഖർ അഹ്മദ് എന്നു പേരുള്ള വലിയ ആ റസൂലുള്ളാഹിയുടെ മുഹിബ്ബ്, അദ്ദേഹം ആ പാദം, ആ പരിശുദ്ധമായ നഅല് കാണിച്ചു കൊടുത്തപ്പോ നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് മുസ്ലിയാർ ആ പരിശുദ്ധമായ തിരുപാദം നഅലെ മുബാറക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പരിശുദ്ധമായ തുണി കൊണ്ട് അത് നന്നായി തുടച്ചു. എന്താ മനസ്സിലായില്ല? എന്താ പറഞ്ഞത്? മർക്കസിലേക്ക് നഅലെ മുബാറക്ക് വന്നു. മനസ്സിലായില്ല? ചെരിപ്പുണ്ടെന്നു. റസൂലുള്ളാഹിന്റെ ചെരിപ്പേ ഷെയർ മുബാറക്ക് മുടി, ഇത് ചെരിപ്പാ. അത് കൊണ്ടുവന്നപ്പോ റഫീഖ് സാഹിബ് എന്ത് ചെയ്തു? ആ ചെരിപ്പ് മുപ്പത്തിലുള്ള ടവലുകൊണ്ട് തുടച്ചു. ആ ടവല ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ ചെരിപ്പല്ല കൊടുക്കുന്നുണ്ട്, ഇവിടെ ടവല അവരട്ടെ. തുടച്ച തുണിയിൽ 2 കഷ്ണം തുണിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇൻഷാ അല്ലാഹ് അതിലൊന്നിൽ മുത്തുനബിയുടെ പരിശുദ്ധമായ നഅലിന്റെ രൂപം തുന്നിച്ചേർത്ത് ആ പരിശുദ്ധമായ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ആ പവിത്രമായ ഉപഹാരം ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നൽകാൻ പോവുകയാണ്. അത് നൽകുന്നത് കേരളത്തിൽ മാദിഹർ റസൂലായി അറിയപ്പെടുന്ന പ്രവാചക തിരുനബി സ്നേഹ പ്രഭാഷണങ്ങളിലൂടെ വിശ്വാസികളുടെ മനം കവരാൻ അവസരം അള്ളാഹു കൊടുത്ത ഒരുപാട് വലിയ വലിയ ആലിമീങ്ങൾക്ക് ബീജാപം നൽകാൻ അള്ളാഹു അവസരം കൊടുത്ത വന്യരായ ഉസ്താദ് പകര മുഹമ്മദ് അഹ്സനി. ആര സാധനം കൊടുക്കാൻ പറ്റിയ സാധനം. നമ്മളെ ടിക്കറ്റേ മൂപ്പരല്ല കൊടുക്കണത്. മൂപ്പരെങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര ശിക്ഷണ കൊടുക്കുന്നത്. പണ്ട് കുട്ടി പ്രബന്ധം എഴുതിയില്ലേ, തെങ്ങിനെ കുറിച്ച് പ്രബന്ധം എഴുതാൻ പറഞ്ഞു. കുട്ടിങ്ങനെ എഴുതി 4 പേജിൽ കുറയാൻ പാടില്ല. കുട്ടിങ്ങനെ എഴുതിയേക്കും 1/2 പേജ് തെങ്ങായിട്ടുള്ളൂ. അപ്പൊ കുട്ടിങ്ങനെ പറഞ്ഞു, ആ തെങ്ങ് നിലകൊള്ളുന്നത് ഭൂമിയിലാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമിയെ കുറിച്ച് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യരും പരപ്പനങ്ങാടി തഅലീം എന്ന് പറയുന്ന നമ്മുടെ വലിയ സ്ഥാപനത്തിലെ മുദരിസും കൂടിയായ പകര ഉസ്താദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നമ്മുടെ ഈ മഹത്തായ മജ്ലിസിൽ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അത് ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദിന് കൈമാറുകയാണ്. അല്ലാഹു ഇതിനേക്കാളും സന്തോഷത്തിൽ മുത്തുനബിയുടെ മദഹ് ചൊല്ലിയതിന്റെ ഫലമായി അവർക്കും നമുക്കും, നമ്മൾ അവരെ സ്നേഹിക്കുന്നത്, അവർ നമ്മളെ സ്നേഹിക്കുന്നത്, എല്ലാറ്റിന്റെയും മാനദണ്ഡം മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൊടിക്കീഴിലാണ് എന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഇതിനേക്കാളും സന്തോഷത്തിൽ ആഖിറത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾക്കൊക്കെ സന്തോഷമുണ്ടാകുന്ന ഈ ഘട്ടത്തിൽ എല്ലാ മുഅ്മിനീങ്ങളും 1 മിനിറ്റ് ആ മുത്തുനബിയുടെ പവിത്രമായ പരിശുദ്ധമായ നഅലെ മുബാറക്ക് കൈമാറുന്ന ഈ മഹത്തായ സദസ്സിൽ നഅലെ മുബാറക്ക് കൈമാറാന്ന നഅലെ മുബാറക്ക് റസൂലുള്ളാഹി ചെരിപ്പ് കൊടുക്കണില്ല. മർക്കസ് കൊടുക്കുന്ന ചെരുപ്പ് റസൂലുള്ളാഹി, അത് വേറെ കാര്യം. ഞാൻ ഇവിടെ ഉണ്ടോ? ഇവിടെ അതുമില്ല. ഇവിടെ എന്താ ഉള്ളത്? ആ ചെരിപ്പ് തട്ടിയ ടവല്, ആ ടവലുമ ചെരിപ്പിന്റെ രൂപം വരച്ചില്ല. എന്നിട്ട് അതാ കൊടുക്കുന്നത്. പക്ഷെ പറയുമ്പോൾ എന്താ പറയുന്നത്? നഅലെ മുബാറക്കാ കൊടുക്കുന്നത്. ഒരു മനുഷ്യന്മാർ എങ്ങനെ വഞ്ചിക്കാൻ പറ്റുമോ? നീ കൊടുക്കണുണ്ടോ? സാക്ഷികളായി അതപോടെ മുത്തുനബിയുടെ ഹളറത്തിലേക്ക് എണീറ്റ് നിന്ന് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ താലഉൽ ബദറിന്റെ ഈരടികളിൽ നമുക്കത് കൈമാറാം.
അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. അന്യരായ ഉസ്താദിനെ അത് നൽകാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സാധനം കണ്ടോളി, കൊടുക്കണോളി. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع എന്തൊക്കെ തട്ടിപ്പാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെ തട്ടിപ്പുകളാണ് ദുനിയാവിൽ നടത്തുന്നത്. ഇതൊക്കെ നടത്തുമ്പോൾ നമ്മൾ എന്താ പറയണത്? നമ്മൾ എന്താ അവരോട് പറയുന്ന? അരുത് സഹോദര, അരുത്, ഇത് പറയണ്ടേ, ഇത് പറയൽ നമ്മുടെ ബാധ്യതയല്ലേ കൂട്ടരെ. ഹക്ക് കണ്ടിട്ട് മിണ്ടാതിരുന്ന ആ പടച്ചന്റെ മുന്നിൽ ചെന്ന മറുപടി പറയണ്ടേ? അതല്ല, ഇതൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണം എന്നാ പറയുന്നത്. അള്ളാന്റെ ദീനല്ലേ വികൃതമാക്കുന്നത്. എന്നിട്ട് നാട്ടിനിടെ പറഞ്ഞെന്താ, കണ്ണിയത്ത് ഉസ്താദും ശംസുലുമയും കാണിച്ച മാർഗത്തിലാണ് ഞങ്ങളുള്ളത്. എന്ത് മാർഗത്തിലാണുള്ളത്? നിങ്ങൾ ശംസുലുമയും കണ്ണിയത്ത് ഉസ്താദിനെയും വേദനിപ്പിച്ച മാർഗത്തിലല്ലേ ഉള്ളത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ദ്വാക്കിരയായ ആളുകളല്ലേ നിങ്ങൾ, അല്ലേ? നിർഭര എന്ന് പറഞ്ഞെന്താ, കണ്ണിയത്ത് ഉസ്താദ് ഹക്ക് പറയാൻ പുറപ്പെട്ടപ്പോ മൈക്ക് മാറ്റി വെച്ചു നമ്മള് ഇവരന്ന് പ്രസംഗിച്ച. ഇപ്പൊ പാട്ടച്ചവൻ തിരിച്ചടിച്ചില്ലേ, ശരിക്കാണ് കൊടുത്തില്ലേ. അതെന്താ? ഉള്ളാളന്തങ്ങള് ഇവരുടെ പ്രസിഡന്റ് കേരള യാത്രയിൽ പ്രസംഗിക്കാൻ നിന്നപ്പോ മൈക്ക് ഓഫ് ആക്കി. നമ്മൾ ആരോപിക്കില്ല, ഉള്ളാളന്തങ്ങളെ പേരക്കുട്ടി പറയാതെ നമ്മൾ പറഞ്ഞു പറയണ്ട. പേരക്കുട്ടി കരഞ്ഞ് പറയാ, ഈ വാപ്പല്ലേ ഈ പ്രസ്ഥാനം ഉണ്ടാക്കി, ശരിയാണ്. വാപ്പയും മുപ്പര അറിയില്ല, ഇറങ്ങി പോന്നത്. എന്നിട്ട് ആ വാപ്പാക്ക് മൈക്ക് കൊടുത്തില്ല പ്രസംഗിക്കാൻ. കണ്ടോ, കണ്ണിയത്ത് ഉസ്താദിന്റെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാലേ അത് ഉന്തുമഴയായിട്ട് ഇങ്ങനെ വരില്ലേ, അങ്ങനെയൊക്കെ പ്രകടമാകുക. അതിങ്ങനെയൊക്കെ കാണും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നുകൊണ്ടിരിക്കല്ലേ. കണ്ണിയത്ത് ഉസ്താദിന്റെ പേരക്കുട്ടി പറഞ്ഞോട്ടോളി. ഓട്ടത്തിൽ നിങ്ങളെ ഞങ്ങൾ കാറിൽ കയറുമ്പോൾ സുമാരം ബാങ്കുട്ടി കുറച്ച് ആൾക്കാരുണ്ട്. പാപ്പ നല്ല ആവേശത്തിലാണ്. ഉപ്പാപ്പനോട് ഞാൻ പറഞ്ഞു, ഉപ്പാപ്പ 2 കലിമത്ത് പറഞ്ഞാലാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഒരു ആവേശവും അതിൽ അടിയുറച്ചു നിൽക്കാനുള്ള വഴി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. എവിടേക്ക്? കേരള യാത്ര സമാപനത്തിന് കാറ് കയറുമ്പോൾ പേരക്കുട്ടി പറഞ്ഞു, പാപ്പ നല്ല 2 വാക്ക് അടിച്ചു പൊട്ടിക്കണം, അപ്പോൾ ആ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, ഞാൻ പറയാനൊക്കെ പറഞ്ഞു പോയതാണ്. പറയട്ടെ. ആ ഒരു പറയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടെയായിരുന്നു മഹാനവറുകൾ ആ സ്റ്റേജിലേക്ക് കയറി. പക്ഷെ എന്തുണ്ടായി? ദുആ കഴിഞ്ഞ ഉടനെ ഇവര് മൈക്ക് അങ്ങോട്ട് മാറ്റിവെച്ചു. ഇതുണ്ടായ സംഗതി, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോ ഏതായാലും ഇത് പറയാതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നാളെ ഇതിനേക്കാളും വലുത് നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതോട് ബാക്കിയാവുമല്ലോ. പടച്ചോൻ കൊടുത്ത കുരുത്തക്കെടോക്കിങ്ങള്. നമ്മൾ കണ്ണിയത്ത് സ്ഥാനം മയക്ക് മാറ്റിയെന്ന് പ്രതി ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കിയപ്പോൾ ഉള്ളാളെ നിങ്ങളെ പേരക്കുട്ടി തന്നെ പരസ്യട്ട് ഇയാൾ നമ്മളേക്ക് വന്നിട്ടൊന്നുമില്ല, നമ്മൾ കൊണ്ടെടുക്കൽ തുടങ്ങിയിട്ടില്ല. അവരെ ഒപ്പം തന്നെ എപ്പോഴും ഉള്ളത്. അദ്ദേഹം പറയാണ്, വാപ്പാന്റെ മൈക്കണ്ട് പെരുമാറ്റി വെച്ചു, എന്റെ വാപ്പാകെ വേദനിച്ചു പോയി. പറയട്ടെ. അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ചു അതേ ട്രെയിനിൽ തന്നെ വരിക. ഇത് ബോഗിയിൽ ഒരു ഭാഗത്ത് എ പി ഉസ്താദ്, മറ്റേ ഭാഗത്ത് ഞാൻ, പാപ്പ, ഇപ്പുറത്തെ ഹൈഫുൽ ഉസ്താദ്, ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എ പി ഞമ്മക്കിപ്പോ ഞമ്മളൊന്നും പാർക്ക് പറ്റൂല, കീറ ചാക്കായി എന്നല്ലേ. ഇതെന്ത് ഗൗരവമുള്ള വാക്കാണല്ലോ. പണ്ട് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, കൊണ്ടു നടക്കുന്ന കീറാ ചാക്ക. കണ്ണിയത്ത് ഉസ്താദ് നിങ്ങൾക്കിതിൽ ദുആ ചെയ്തു എന്ന് പറഞ്ഞപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞ വാക്കെന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നൊരു ചാക്കല്ലേ, കീറാ ചാക്കല്ലേ. ആർക്കാ കൂട്ടരെ വേണ്ടത്? ഇന്ന് കണ്ടോ, നിങ്ങളുടെ നേതാവിനെ കുറിച്ച്, നിങ്ങളെ പ്രസിഡന്റിനെ കുറിച്ച് പ്രസിഡന്റ് നാവിലൂടെ തന്നെ പറയുന്നു, എന്നെ നിങ്ങൾ കീറാ ചാക്കാക്കിയില്ലേ. റബ്ബ് നൽകുന്ന കുരുത്തക്കേടല്ലേ. ചെറുപ്പക്കാരാ പെട്ടുപോകണ്ട, SSFകാരാ പെട്ടുപോകണ്ട. അറിയാതെ വല്ലതുമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചവരെ പെട്ടുപോകണ്ട. റബ്ബ് നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു തരികയാണ്. പറയട്ടെ അദ്ദേഹം. എന്ത് വാക്കാണിത്? പാപ്പ അവിടെ പ്രസംഗിച്ചു പോയാൽ നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ ഗുണമല്ലാതെ എന്ത് ദോഷ മക്കളെ ഉണ്ടാവുക?
ഈ കാണുന്ന പ്രസ്ഥാനം ഈ ഗവൺമെന്റ് രൂപത്തിലാക്കിയത് ആരാ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നമ്മളോടല്ലോ ആരോടെ വയ്ക്കണത്? നമ്മളോടല്ല വയ്ക്കണത്. അദ്ദേഹം അവരിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി കൂട്ടരെ? ഇപ്പാപ്പ 2 വാക്ക് പറഞ്ഞ സുന്നത്ത് മാത്രം ഗുണല്ലേ കിട്ടുക? എന്തിനാ നിങ്ങൾ മൈക്ക് ഓഫ് ആക്കിയത്? പറയണം നിങ്ങൾ. ആരാണ് ആലിമി നിങ്ങളെ വേദനിപ്പിച്ചവർ? ആരാണ് സയ്യിദന്മാരെ വേദനിപ്പിച്ചവർ? ഇത് എനിക്ക് എങ്ങേയറ്റം വേദന ഉണ്ടാക്കിയ സംഗതി. ഇതിന്റെ പേരിൽ നാളെ 100 കളവ് മറ്റൊരു പറയും, എനിക്കറിയാം, പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. പക്ഷേ അത് കഴിഞ്ഞു. പിറ്റേന്ന് ഇവിടെ വന്നു. പിറ്റേന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബഹുവന്യരായ സുലൈമാൻ ഉസ്താദ് മഹാനവറുകൾ പാപ്പനെ അഹ്സനി ബിരുദം കൊടുക്കൽ എപ്പോഴും പാപ്പ അപ്പാത്താകുന്ന കാലം വരെയും മഹാനവറുകളായിരുന്നു. എങ്ങനെ ഒതുക്കുങ്ങലിന്റെ സനത് സമ്മേളനത്തിന് വിളിക്കാൻ വന്നു. അപ്പോ ഞാൻ പറഞ്ഞു, പാപ്പ റൂമിലാണ്. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇന്നലെ വല്ലാത്തൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി. പാപ്പക്ക് പ്രസംഗിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രസംഗിച്ചില്ല. അപ്പോ ഞാൻ പാപ്പനോട് ചോദിച്ചു, ഇവിടെ വീട്ടിലെത്തിയപ്പോഴും ചോദിച്ചു, പാപ്പ എന്താ ഇന്നലെ പ്രസംഗിക്കാൻ? പാപ്പ എടുത്തു വായിക്കണ മൈക്ക് തരണ്ട, ഒരു മൈക്ക് ഞാൻ പിടിച്ചെടുത്ത് പ്രസംഗിക്കുകയാണോ എന്ന് ചോദിച്ചു. ഉള്ളാളം തങ്ങളുപ്പാപ്പ പറഞ്ഞുവത്രേ, പേരക്കുട്ടിയോട് മനസ്സ് പൊട്ടിയിട്ട് പറഞ്ഞുവത്രേ, ഞാൻ മൈക്കയുടെ പ്രസംഗിക്കാൻ നിന്നപ്പോ അവരെന്റെ മൈക്ക പിടിച്ചു വലിച്ചു നോക്കുമ്പോ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, കണ്ണേത്ത് ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, ഷംസുല്ലമയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, കാളമ്പാട് ഉസ്താദിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആലിമീങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ. ഇൻഷാ അല്ലാഹ് കാലം സാക്ഷി, എല്ലാം കാലം നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. അതിന്റെ ഓരോന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വാക്കാണതൊക്കെ. പിന്നെന്താ, ഭയങ്കര വാക്കല്ലേ, കടുപ്പുള്ളല്ലേ. ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും അധികം മനസ്സ് പൊട്ടുന്ന വേറെ വാക്കല്ല. അവരുടെ ഏറ്റവും വലിയ നേതാവിൽ ഉള്ളാണ് നിങ്ങൾ. നമ്മളെ വേദനിപ്പിച്ചൊക്കെ അവിടെ ഇരിക്കട്ടെ, അവരുടെ ഏറ്റവും വലിയ നേതാവിൽ ഉള്ളാണ് നിങ്ങൾ. ആ ഉള്ളാളെ പേരക്കുട്ടി മനസ്സ് പൊട്ടിയിട്ടായി പറയണത്. പിന്നെ എന്ത് സയ്യിദന്മാരെ ബഹുമാനിക്കുന്നവരാ നിങ്ങൾ? എന്ത് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാ നിങ്ങൾ? പറയട്ടെ അദ്ദേഹം. അങ്ങനെ സുലൈമാൻ ഉസ്താദിനോട് പറഞ്ഞപ്പോ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, എന്റെ പേരും വിളിച്ചിരുന്നു, പക്ഷെ ഞാനും പ്രസംഗിച്ചില്ല. കാരണം പാപ്പ പ്രസംഗിക്കാത്തോടത്ത് ഞാനെന്ത് പ്രസംഗിക്കാനാണ്? പാപ്പ എന്നാ പറയാ, എന്ത് പ്രസംഗിക്കാനാണ്? ഏതായാലും കുട്ടിന്റെ വിഷമം ഞാൻ ഇപ്പൊ പോണത് മർക്കസിലേക്കാണ്, എപി ഉസ്താദിനോട് ഈ വിഷയം പറയാ എന്നും പറഞ്ഞിട്ടാണ് മഹാനവറുകൾ ഇവിടെ നിന്ന് പോയി. സമ്മേളനത്തിന് പോയ ഉള്ളാളം നിങ്ങളെയും ഇവരുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഈ സുലൈമാൻ ഉസ്താദിനെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല, പറയാൻ കഴിഞ്ഞില്ല അവർക്ക്. ഇവിടെ വന്നിട്ട് പറഞ്ഞെന്തറിയോ, ഇവര് 90-ാം വാർഷികം നടത്തി. എന്ത് കാര്യം ഉണ്ടായത്? പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ടായില്ല. പ്രസിഡന്റ് സെക്രട്ടറി നമ്മൾ വന്നിട്ട് പ്രസംഗിക്കാതിരുന്നതൊക്കെയല്ല, പ്രസംഗിക്കാണ്ട് പറഞ്ഞല്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അത് നമ്മുടെ കുറ്റാണോ? ഒരു രോഗം വന്നതുള്ള മനുഷ്യർക്ക് അല്ലാഹ് കൊടുക്കുന്നല്ലേ, അതുപോലെ ഇവിടെ കുറ്റപ്പെടുത്തിയില്ലേ, അതുപോലെ ഇവിടെ കളിയാക്കിയില്ലേ. സമസ്തന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇല്ലാത്തൊരു സമ്മേളനം ഇവിടെ കളിയാക്കിയില്ല. ഇവിടെ നമ്മൾ മാറ്റി നിർത്തിയതല്ലോ. ഒരു അസുഖം വന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാവാറുള്ളത്. പക്ഷേ നിങ്ങൾ ചെയ്ത പണി എന്താ? വന്നിട്ട് പ്രസിഡന്റ് വന്നിട്ട് മൈക്കിന്റെ മുന്നിൽ നിന്നപ്പോ ആ മൈക്കെടുത്ത് മാറ്റി. നിങ്ങൾ ഇതിലും വലിയ ധിക്കാരമെന്താ? ഒരു നേതാവിനോട് കാണിക്കുന്ന ഇതിലും വലിയ ധിക്കാരം ലോകത്തെന്താണുള്ളത്? പറയട്ടെ, പേരക്കുട്ടി തന്നെ പറയട്ടെ. ഇതൊക്കെ ഉള്ള സംഗതിയാണ്, വെറുതെ കെട്ടുകഥ പറയല്ല, മനസ്സിലായോ? അപ്പോ ഇത് അന്ന് അപ്പോ സുലൈമാൻ ഉസ്താദ് ഉടനെ എടുത്ത വാക്ക് പറഞ്ഞെന്താന്ന്, അതിന് തങ്ങളെ മോനെ അത് ഇപ്പോ നിയന്ത്രിക്കുന്നത് കുറച്ച് കുട്ടികളാണ്. കണ്ടോ നമ്മളെക്കുറിച്ച് ഇവരെ അടുത്ത കാലത്ത് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നില്ല. സമസ്തയെ നിയന്ത്രിക്കുന്നത് നേതാക്കന്മാരല്ല, തലയിരിക്കുമ്പോൾ വാലാടുകയാണ്. വാലാണ് നിയന്ത്രിക്കുന്ന ഇടക്കാലത്ത് ഇവർ നടന്നിവിടെ പ്രസംഗിച്ചിരുന്നു. കണ്ടോ റബ്ബ് കൊടുക്കുന്ന മറുപടി കണ്ടോ? സ്വന്തം നേതാവിന്റെ നാവിലൂടെ പറയുന്നു. ആരാ പറയുന്നത്? അവരുടെ ഇപ്പോഴത്തെ സമസ്തന്റെ പ്രസിഡന്റ് പറയുകയാണ്, നമ്മുടെ സമസ്തയെ നിയന്ത്രിക്കുന്നത് നമ്മളല്ല, കുറച്ച് കുട്ടികളാ.
നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ആരോപിക്കുമ്പോഴേക്ക് പടച്ച റബ്ബ് നിങ്ങളുടെ നേതാക്കന്മാരുടെ നാവിലൂടെ മറുപടി തരികയാണ്. സഹോദര, കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയുകയല്ല. ഇത് സമസ്തയുടെ കുരുത്തമാണ്, സമസ്തയുടെ പൊരുത്തമാണ്, സമസ്തയുടെ കറാമത്താണ്, സമസ്തയുടെ മഹത്വമാണ്. ഇങ്ങനെയൊക്കെ കണ്ടിട്ടും ബോധ്യപ്പെട്ടിട്ടും ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹോദര, ഗൗരവമാണ് ആക്ടിവത്തിന്റെ കാര്യം, ഗൗരവമാണ്. കുട്ടികളായതുകൊണ്ടാണ് ഓൽക്കത് അത്ര അങ്ങട്ട് ഇതാകാത്തതെന്നാണ് അന്ന് മഹാനവറുകൾ പറഞ്ഞത്. അന്ന് മൂപ്പരും പ്രസിഡന്റ് അല്ലല്ലോ, മുപ്പാപ്പാണല്ലോ പ്രസിഡന്റ്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പോ ഇനി കൂടുതൽ പറയാൻ ഇനിയും കുറെ പറയാനുണ്ടാവും. അതുകൊണ്ട് അത് മുമ്പ് അടുത്തതിൽ പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ഘട്ടത്തിൽ പറയാം. അവിടെ ഇരിക്കട്ടെ, കുറച്ചൊന്നുമല്ല, ഉണ്ട് അവിടെ ഇരിക്കട്ടെ. ഇവർ വരട്ടെ. ഇനിയിപ്പോ ആരും അനുസ്മരണം വെച്ചിട്ടാണ് ഇവർ വരാനറിയില്ല. റിഫായ് ഷെയ്ഖിന്റെ പേര് പറഞ്ഞിട്ട് അന്ന് ഇവരോട് വെച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ റബ്ബ് സുബ്ഹാനത്തിൽ അങ്ങനെ വരച്ച് കാണിച്ചു തരില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവരെന്താ അവിടെ പറഞ്ഞത്? സമസ്തന്റെ ആലിമ്യങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? സമസ്ത പിളരാൻ കാരണം സമസ്തന്റെ ആലിമ്യങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് താല്പര്യമില്ല. ആരാണ് ആലിമ്യങ്ങൾ? അന്നത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കോയക്കുട്ടി ഉസ്താദ് അല്ലല്ലോ. അന്ന് പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദ്. അന്ന് സെക്രട്ടറി ആരാ? ആലിക്കുട്ടി ഉസ്താദ് അല്ല. അന്ന് സെക്രട്ടറി ആരാ? ശൈഖുനാ ശംസുൽ ഉലമ ഉസ്താദ്. അവർക്കൊന്നും സുന്നത്ത് ജമാഅത്തിൽ താല്പര്യമില്ല. ഇവിടെ പ്രസംഗിച്ചതല്ലത്. അതുകൊണ്ട് അത്ര സമസ്ത പിളർന്നത് ഇവർക്ക്. എന്നിട്ട് ഇവിടെ പറഞ്ഞെന്താ? ഇവർ വഹാബികളുമായി കൂട്ടിച്ചേർന്ന് നടക്കാണ്. വഹാബി കമ്പനിയായിട്ട് നമ്മൾ മാറി. നമ്മളെ സമസ്തന്റെ ആലിമ്യങ്ങൾ ശംസുലമ വഹാബി, കണ്ണിയത്ത് ഉസ്താദ് വഹാബി. അപ്പൊ കണ്ടോ, കാലം തിരിച്ചടി നൽകി. സ്വന്തം ശിഷ്യന്മാർ, സ്വന്തം ബിരുദമെടുത്തവർ പറയാൻ തുടങ്ങിയില്ലേ, ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തില്ല. നമ്മളല്ല പറയുന്നത്, ഒക്കെ അവരെന്നെ പറയാ. അവരുടെ നാവുകൊണ്ട് നമ്മളേക്ക് വന്നിട്ടില്ല. അവിടെയുള്ള ആൾക്കാർ പറയാൻ തുടങ്ങിയില്ലേ. ഇപ്പൊ കണ്ടല്ലോ ഒതുക്കങ്ങൾ നിൽക്കുന്ന വ്യക്തി, അദ്ദേഹം തുറന്നു പറഞ്ഞല്ലേ എന്ത് സുന്നത്തമായത്ത അവിടെ ഉള്ളത്? ഇല്ല, സാധനം അവിടെ ഇല്ല. ഇപ്പൊ കണ്ടല്ലോ ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ഒരു പ്രോഗ്രാം നടന്നു. ആരാ അതിൽ മുഖ്യ പ്രഭാഷകൻ? അതിൽ ആരാ പ്രധാന നേതൃത്വം വഹിക്കുന്നതാ? ഇവരുടെ ഗ്രാൻഡ് മുഫ്തി പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അതിൽ ആരാ പ്രസംഗിക്കുന്നത്? ഓ അബ്ദുള്ള. ആര്? ഓ അബ്ദുള്ള. ആരാണ് ഓ അബ്ദുള്ള? ജമാഅത്തുകാരെന്നുള്ള അവിടെ ഇരിക്കട്ടെ. അതിന് പുറമെ ഈ മുടി കൊണ്ടുവന്നപ്പോൾ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടിയെ കുറിച്ച് മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ തിരുകേശങ്ങളെയും ശിഖാന്തം എതിർത്ത വ്യക്തിയാണ് ഓ അബ്ദുള്ള. ഓ അബ്ദുള്ള പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിം ഇരിക്കുന്ന അതേ വേദിയിൽ പ്രസംഗിക്കുക. ഇവിടെ പറഞ്ഞെന്താ? ഇവിടെ വന്നിട്ട് മറ്റൊരു പ്രസംഗിച്ചെന്താ? സമസ്തന്റെ 90-ാം വാർഷികത്തിൽ പ്രസംഗിച്ചതാരാ? പി.കെ. ബഷീറാണ്. പി.കെ. ബഷീർ MLA പ്രസംഗിച്ചിട്ട് ഇവിടെ കളിയാക്കി പറഞ്ഞു. ആ സാധു മനസ്സിലാക്കണ്ടേ, അയാളെ സ്ഥാപനത്തിൽ പി.കെ. ബഷീർ പ്രസംഗിച്ചിട്ടില്ലേ? അപ്പൊ അയാൾ ഇവിടെ തരികളൊപ്പിച്ചെന്നറിയോ? അതെന്റെ മണ്ഡലമായതുകൊണ്ട് പ്രസംഗിച്ചതാണ് ഇവിടെ പറഞ്ഞതാ. ആ ക്ലിപ്പ് നിർത്തി. പി.കെ. ബഷീർ അയാളുടെ സ്ഥാപനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. സമസ്തന്റെ സ്ഥാപനത്തിൽ സമ്മേളനത്തിൽ പ്രസംഗിച്ചാൽ കണ്ടോ, സമസ്തക്കാർക്ക് ബിദ്അത്തുകാരുമായിട്ടാണ് ബന്ധം. ആ പി.കെ. ബഷീർ ഇയാളിരിക്കുന്ന വേദിയിൽ, ഇവിടെ പ്രസംഗിച്ചിരിക്കുന്ന വ്യക്തിയുടെ വേദിയിൽ പങ്കെടുത്താലോ, അല്ലാ സുബ്ഹാനല്ലാഹ്, അത് സുന്നത്ത് ജമാഅത്താണ്. കാരണം പി.കെ. ബഷീറിന്റെ മണ്ഡലത്തിലാകുമ്പോൾ കുഴപ്പമില്ല, മണ്ഡലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ ബിദ്അത്താണ്. അത് സുന്നത്തും ബിദ്അത്തൊക്കെ മണ്ഡലാടിസ്ഥാനത്തിലാണ്. ആലോചിക്കൂ, ഒരു MLA, ഒരു ജനപ്രതിനിധി വന്നുകൊണ്ട് സമ്മേളനത്തെ പ്രസംഗിച്ച പ്രസംഗം തെറ്റ്. ഇയാൾ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ആന്റി ലീഗിന്റെ ആളാ. ഇയാൾ പ്രസംഗിച്ച ഒരു പ്രസംഗം കളിപ്പിച്ചതാ. ഇയാളൊക്കെ വരുമ്പോ കുഴപ്പമില്ലാതെ നടക്കുന്നവർ മനസ്സിലാക്കാൻ നല്ലതാ. പറയട്ടെ. മണ്ഡലത്തിന്റെ MLA. ഞാൻ നടത്തുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ മെഡിക്കൽ ക്യാമ്പിൽ ഇയാൾ വന്നിരുന്നു. പി.കെ. ബഷീർ ഞങ്ങളെ മണ്ഡലത്തിലെ MLA ആയതുകൊണ്ട് എന്റെ സ്ഥാപനത്തിൽ, ഞാൻ നടത്തുന്ന സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. അതിന് കുഴപ്പമില്ല. സമസ്ത സമ്മേളനത്തിൽ വന്ന പ്രശ്നമാണ്. അപ്പൊ ഇവർക്ക് സുന്നത്തും ജമാഅത്തും അല്ലെങ്കിൽ വഹാബിസും നല്ല പ്രശ്നം. ഇവർക്ക് കാശ് ഇട്ടോ ഓക്കെ, ഇപ്പൊ വഹാബിസ് ഒന്നും കുഴപ്പമില്ല. അപ്പൊ ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ ലക്ഷ്യം വേറെയാണ് കൂട്ടരെ. ഇയാളൊരു സത്യപ്രസംഗിച്ച പ്രസംഗം കൽപ്പിച്ചുതരാം. ഇയാൾ പറഞ്ഞറിയോ, UDF-നോട് ഇയാളൊരു നിർദ്ദേശം. എന്താ? UDF നേരാകണമെങ്കിൽ വേറെ ആളൊരു നിർദ്ദേശം കൊടുത്തല്ലോ. എന്ത്?
മുസ്ലിം ലീഗ് നേരാക്കാൻ ഒരാൾ നിർദ്ദേശം കൊടുത്തെന്താ അറിയോ? മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് പാണക്കാട്ട് തങ്ങന്മാർക്ക് മാറണം, എന്നാലേ ലീഗ് എന്നാകുള്ളൂ. ഇവര് ഭയങ്കരത്ത ഉപദേശത്തിന്റെ ആൾക്കാരാണല്ലോ. ഇവരെ ഉപദേശം കേട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോയാലേ, ഇവരത്തിന് വല്ലതും കിട്ടും വിചാരിച്ച് നടന്നാലേ, ഇവര് പ്രസംഗിക്കാണ്. ഇയാൾ പ്രസംഗിച്ചെന്താ അറിയോ? ഇയാൾ പ്രസംഗിക്കാണ് UDF-നോട് എനിക്ക് പറയാനുള്ളത് അല്ലേ? ആണോ? ഇവിടെ ഒന്നും സ്ക്രീൻ കാണില്ല. അങ്ങനല്ലേ? ഏതാ താങ്കള്? കീലത്തടക്കട്ടെ, പാടെ നമുക്ക് സമയമില്ല, ഇയാളെ കിടക്കട്ടെ. കുറെ ഉണ്ട്, കീലത്തായിട്ടും അല്ലാത്തതായിട്ടും കുറെ ഉണ്ട് തെറ്റുകള്. കാരണം ഒരു ജന്മം മുഴുവൻ വിരുദ്ധന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. നമ്മുടെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും തങ്ങന്മാരെയും നേതാക്കന്മാരെയും ആക്ഷേപിക്കാൻ ഇയാൾ പറയാം. മുസ്ലിം ലീഗ് UDF-നോട് പറയാൻ, UDF അടുത്ത കൊല്ലം അധികാരത്തിൽ വരണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കരുത്. ഇവിടെ ആരാണ് ആ വിഷയം ഇവിടെ പറഞ്ഞിട്ടുള്ള? ആരാ? കേരളത്തിൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോഴേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് കൊടുക്കുന്ന ഇവിടെ ആരാ? BJP പറയാം. വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുത്. അത് കൊടുക്കാതിരുന്നാൽ ദേശീയ പാർട്ടിയായ നാഷണൽ കോൺഗ്രസ് ഇനിയും അധികാരത്തിൽ വരും. ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. കോൺഗ്രസ് നേരാകള മാർഗം നമ്മൾ എവിടെ പ്രസംഗിച്ച മൂല്യം പറഞ്ഞു കേട്ടോളി. അതിൽ വ്യക്തമായും ആരോപിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് മുസ്ലിങ്ങൾ അകന്നു, അതുവഴി മുസ്ലിം സമുദായം UDF-ൽ നിന്ന് അകന്നു എന്നതാണ്. അകന്നു എന്ന സത്യം കണ്ടെത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തോടെ വിനയത്തോടെ ഞങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാനുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ദേശീയ കക്ഷിയായ നിങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യും എന്നൊരു ഉറപ്പ് കേരള ജനങ്ങൾക്ക് നിങ്ങൾ നൽകേണ്ടതുണ്ട്. അതുപോലെ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ്. കണ്ടോ? എന്ത്? UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കാതെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്ന ഉറപ്പുണ്ടോ? എന്നാ പിന്നെ ഇൻഷാ അല്ലാഹ് കോൺഗ്രസ് അധികാരത്തിൽ വരും. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താ? ഇയാൾ ഇനി അത് മാത്രമല്ല, മുസ്ലിം ലീഗ് തോക്കാനുള്ള കാരണങ്ങളൊക്കെ ഇയാൾ എണ്ണി പറയുന്നുണ്ട്. നമ്മളിപ്പോ അതിന്റെ വേദിയല്ലല്ലോ, അപ്പൊ അതിനെ പറ്റിയ സമയമല്ലല്ലോ. അതുകൊണ്ട് ഞാനതൊന്നും ഇപ്പൊ കേൾപ്പിക്കുന്നില്ല. വരട്ടെ, വേണ്ടി വന്നാൽ ഒക്കെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ കളിക്കുന്നത്? അള്ളാഹുവിന്റെ മഹത്തുക്കളായ സാലിഹീങ്ങളെ കൊണ്ടല്ലേ, അള്ളാഹുവിന്റെ പരിശുദ്ധരായ ആലിമീങ്ങൾ. ഞാൻ പറഞ്ഞല്ലേ, ചെറുശ്ശേരി ഉസ്താദിന്റെ ഇബാദത്തൊക്കെ. പ്രിയപ്പെട്ടവരെ, പോകരുത്. ഉസ്താദിന്റെ പേരിൽ 10 ദിക്ർ ചൊല്ലാതെ പോകരുത്. നമുക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച നിങ്ങൾ കണ്ടോ, അവസാന സമയം പോലും ചെറുശ്ശേരി ഉസ്താദ് സുബ്ഹ് കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നിട്ടോ ചെറുശ്ശേരി ഉസ്താദ് സ്വന്തം വീട്ടിലെ കാര്യമല്ല നോക്കുന്നത്, അവിടെ വന്ന ആളുകൾക്ക് ഫത്വ കൊടുക്കാനല്ലേ തുനിഞ്ഞത്. അവസാന സമയം വരെ ഈ സമുദായത്തെ ഓർത്ത് ജീവിച്ച മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ പേര് അല്പം ദിക്ർ ചൊല്ലി ദുആ ചെയ്യാതെ പ്രിയപ്പെട്ടവരെ, ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരാളും പോകരുത്. ഞാൻ നീട്ടുന്നുള്ള ആളും പേടിക്കണ്ട, കാരണം നീട്ട് എനിക്കാ കൊടുക്കാം. എനിക്ക് വെസ്റ്റ് കോസ്റ്റിന് പോകാനുള്ളതാണ്. കാസർഗോഡ് ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് പ്രസംഗം തീർത്തു. അവിടെ പോകാൻ പറ്റൂലല്ലോ. നാളെ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂരിലെ അവിടെ ഈ ടീം അവിടെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവിടെ പോകാതിരിക്കാൻ കഴിയില്ല. അവിടെ വെസ്റ്റ് കോസ്റ്റിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും, അല്ല നീട്ടിക്കൊണ്ടുപോയാൽ എനിക്ക് കൊണ്ടിട്ടില്ല. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. ഉസ്താദിന് വേണ്ടി ഓർക്കണം, ഉസ്താദിന് ദുആ ചെയ്യണം. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇവിടെ വല്ലാതെ വേദനിപ്പിച്ച കാര്യങ്ങൾ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്, ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരുപാട് പറയാനുള്ളതുകൊണ്ട് ഞാൻ ഇന്നിവിടെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. ഇവരുടെ നേലും മറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇന്നലെ എനിക്ക് നിസാർ ഇവിടെ ഓഡിയോ വിട്ടു തന്നപ്പോൾ ആ ഓഡിയോയിലുള്ള വിഷയങ്ങൾ പറയണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് ഇവിടെ നേരൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ച് ആ വിഷയങ്ങളൊക്കെ. കാരണം മിനിഞ്ഞാന്ന് ഞാൻ കോട്ടക്കിലുള്ളവരൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ വെച്ചുകൊണ്ട് ആ പുതിയ വിഷയങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവിടുത്തെ സാഹചര്യം ഇത് പറയണം നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാരുന്നത്. മുടിയും നിബന്ധമായ വിഷയങ്ങളൊക്കെ അതിനെ തയ്യാറാക്കി വെച്ചിരുന്നെങ്കിലും ഇവിടുത്തെ പ്രവർത്തകന്മാരെ നിർബന്ധം കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് കടക്കാറുന്നത്. കാരണം ഇവിടുത്തെ വിഷയങ്ങൾ തന്നെ പറയണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ മറ്റന്നാൾ കൊണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് കൊണ്ടോട്ടിയിൽ കോടങ്ങാടിനടുത്ത് ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങളെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു 10 ദിക്ർ ചൊല്ലി നമുക്ക് ഉസ്താദിനോട് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും ചൊല്ലുക. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.